ഈ ശബ്ദവാഹിനിയുടെ ശ്രവണസീമയിൽ അടുത്തും അകലെയും ദൈവവചനം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, അപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗം ലോകമെമ്പാടുമുള്ള കേൾവിക്കാർക്ക് പ്രയോജനമാകുന്ന തലത്തിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമർ TV ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, എത്രയും വേഗം ആകാശമേഘങ്ങളെ കയറിക്കൊണ്ട് മധ്യാകാശത്തിൽ നമ്മെ ചേർക്കാൻ വരാമെന്ന് വാക്ക് നൽകിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ ഹൃദ്യമായ സ്നേഹപൂർവമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ചും ഇന്ന് രാത്രി പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ വരാറില്ല, പോകാറില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോകാൻ സ്വാതന്ത്ര്യമുള്ള ചില വീടുകൾ ഉള്ള സ്ഥലങ്ങളുണ്ട്. ചില വീടുകൾ, ചില രാജ്യങ്ങൾ, ചില പ്രദേശങ്ങളിലൊക്കെ ഇവിടെ വന്ന് താമസിക്കണം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യമുള്ള ചില വീടുകളുണ്ട്. പോകാൻ സാധിക്കാറില്ല. എങ്കിലും അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ചില വീടുകളുണ്ട്. അങ്ങനൊരു വീടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബുച്ചാൻ്റെ വീട്. ബാബുവങ്ങളുടെ ആൻറ്റിയുടെയും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരൊക്കെ അമ്മ വീട്ടിൽ പോകുന്ന പ്രതീതിയിലാണ് ഇറങ്ങി പുറപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്. അവരുമായിട്ട് പ്രത്യേകിച്ചൊരു യാത്രയ്ക്ക് ഈ ദിവസങ്ങളിൽ സാഹചര്യം അനുകൂലമല്ലായിരുന്നു. ദൈവം അനുവദിച്ച നാളെ കുന്നംകുളത്താണ് രാത്രി പ്രസംഗിക്കുന്നത്. കുന്നംകുളത്ത് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോടെ പ്രസംഗമൊക്കെ ഒത്തിരി കേൾക്കുന്നത്, അതുകൊണ്ട് വരുന്നില്ല. പക്ഷേ പുനലൂർ ഇളമ്പൽ വരാൻ അവർക്ക് സന്തോഷമാണ്. അത്രയ്ക്ക് ഹൃദയെടുപ്പമുള്ള പ്രിയ ബാബുച്ചാനെ ആൻറ്റിയും മോനെ ഓർക്കുന്നു. എനിക്ക് ഒത്തിരി ഹൃദയെടുപ്പമുള്ള പ്രിയപ്പെട്ട കർത്തൃദാസൻ ഉണ്ണികൃഷ്ണൻ ബ്രദർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിന് ഒത്തിരി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് രാത്രി മുതൽ നടക്കപ്പെടുന്ന ഈ യോഗങ്ങൾ ഒരു വലിയ ദൈവപ്രവർത്തിക്കും ഇളമ്പലിൽ മാത്രമല്ല പുനലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു വലിയ ഉണർവിനും ദൈവം കാരണമാക്കി മാറ്റുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഈ യോഗത്തിൽ വന്നപ്പം ഒത്തിരി അത്ഭുതപ്പെടുവാനിടയായി. മറ്റൊന്നുമല്ല, തിരുവല്ലയിൽ നിന്ന് യാത്ര തിരിച്ചത്, പൗർഷനിൽ നിന്ന് വെണ്ണിക്കുളത്തുനിന്ന് ഞാൻ യാത്ര തിരിച്ചത് ഏകദേശം 4 മണി സമയത്താണ്. എനിക്ക് ഒത്തിരി ഹൃദയെടുപ്പമുള്ള ഒരു കുടുംബമാണ് വാഴയിൽ കുടുംബം. എൻ്റെ 11ാമത്തെ വയസ്സ് മുതൽ ശുശ്രൂഷയിൽ ഞാൻ ദൈവകൃപയാൽ പ്രയോജനപ്പെടുന്നു. കഴിഞ്ഞ 30-ൽ അധികം വർഷങ്ങളായി ആ ശുശ്രൂഷയുടെ ദീർഘവർഷത്തെ യാത്രയിൽ എന്നെ ഒത്തിരി താങ്ങിയിട്ടുള്ള കുടുംബങ്ങളാണ് വാഴയിലെ അച്ഛനും ഷാനും ഒക്കെ. ആ പ്രിയപ്പെട്ടവരിൽ പലരും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അപ്പോൾ തന്നെ പൗർഷനിലെ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജെയിംസ് ഭാര്യ പിതാവും കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ആ കുടുംബത്തിൽ വരുന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് 4 മണി സമയത്ത് പൗർഷനിൽ നിന്ന് പുറപ്പെട്ടത്. എന്നാൽ വെണ്ണിക്കുളത്തുനിന്ന് പുറപ്പെടുന്ന സമയം മുതൽ ശക്തമേറിയ മഴ എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുവാൻ കഴിയാത്തതുപോലുള്ള മഴ. ഞാൻ ഓർത്തു ഇവിടുത്തെ മീറ്റിംഗ് എങ്ങനെയാകും. എന്നാൽ ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെടുവാനിടയായി. ഒരു തുള്ളി മഴ പോലും ഇളമ്പലിൽ പെയ്തില്ല എന്ന് കണ്ടപ്പോൾ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുവാനിടയായി. മറ്റൊന്നുമല്ല, പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു പ്രാർത്ഥന എവിടെ ഉണ്ടോ അവിടെ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുമെന്നുള്ളത് കൃത്യമായ യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നടത്തപ്പെടുന്ന ഈ മീറ്റിങ്ങുകൾ ഉറപ്പായിട്ടും ഞായറാഴ്ച രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീമഴ ഈ സ്ഥലത്ത് പെയ്യുന്നതിന് കാരണമായി ഇത് മാറുമെന്ന് ഉറപ്പുള്ള എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവ് നമ്മളോട് ഇടപെടും. കർത്താവിന് നമ്മുടെ നടുവിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് സംവദിക്കുന്ന ദിവസങ്ങളാണ്. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി പിടിച്ച് ചേർന്ന് ഒന്നുകൂടെ ശക്തിയോട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് അകപ്പാടെ 24 വർഷമേ ആകുന്നുള്ളൂ. ഈ കാലത്തെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഈ കാലഘട്ടത്തിന് നല്ലൊരു നിർവചനം നൽകുവാൻ ഞാൻ ശ്രമിച്ചാൽ, പ്രശസ്ത സാഹിത്യകാരനായിരിക്കുന്ന ആൽബർട്ട് ഹിൽക്കോവിച്ചിൻ്റെ ഒരു കഥ, ഒരു നോവൽ ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചത് ഓർക്കുന്നു. വിശാലമേറിയ ഒരു കടൽ തീരം. ആ കടൽ തീരത്തിൻ്റെ തൊട്ടരികിലായിട്ട് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു പർവ്വതം. ആ പർവ്വതത്തിൻ്റെ മുകളിൽ അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മതിൽക്കെട്ട്. ആ മതിൽക്കെട്ടിന് അപ്പുറം എന്ന് പറയുന്നത് ഒരു തുറന്ന ജയിലാണ്.
ലോകത്തിലെ മറ്റേത് ജയിലുകളിൽ നിന്നും ഈ ജയിലിനെ വ്യത്യസ്തമാക്കുന്നത്, ഈ ജയിലിനകത്ത് ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയത്തുള്ളൂ. പരോളുകളില്ല, ലീവുകളില്ല, ഒരിക്കൽ മാത്രം പുറത്തിറങ്ങാം. അത് ജീവനോടല്ല, ആ ആൾ മരിച്ചു കഴിയുമ്പോൾ ഉപചാരപൂർവമുള്ള ഒരു ശവസംസ്കാരം. അതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. ഒരു പള്ളിമണി മുഴക്കും. അത് നീഗ്രോയായ ആദിവാസിയായ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ മരിച്ചു എന്ന ആ കാര്യത്തെ വെളിപ്പെടുത്തുവാനായിട്ടൊരു പള്ളിമണി മുഴക്കും. അതിനനന്തരമായിട്ട് കൃത്യമായ ചിട്ടവട്ടങ്ങളോടുകൂടെയുള്ള ഒരടക്കം. അതെല്ലാവർക്കും ഉള്ളതാണ്. ആ അടക്കത്തിന് വേണ്ടി അല്ലാതെ ജയിലിൽ കയറി ആരും പുറത്തിറങ്ങാറില്ല. പക്ഷേ ധൈര്യശാലിയായ ഒരു മനുഷ്യൻ ഈ ജയിലിനകത്ത് അകപ്പെട്ടു. അയാൾ അവിടെ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വലിയ നിർഭാഗ്യവാനാണ്. ഈ ജയിലിൽ കയറി ആരും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. ജീവനോടെ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലിത്. ഒരിക്കലും നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധ്യമല്ല. അയാൾ ആ വാക്കുകളിലൊന്നും ഭാരപ്പെട്ടില്ല, കാരണം ധൈര്യശാലിയാണല്ലോ. ആ മനുഷ്യൻ ആ ജയിലിൻ്റെ കാലാവസ്ഥയെ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചു. എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ കൺട്രോൾ എല്ലാം നിൽക്കുന്നത് ഈ വയോവൃദ്ധനായ ആദിവാസിയായ ഈ നീഗ്രോ മനുഷ്യൻ്റെ കയ്യിലാണ്. അയാളെ ഒന്ന് സ്വാധീനിച്ചാൽ, അയാളെ സ്നേഹിതനാക്കി മാറ്റിയാൽ ഉറപ്പായിട്ടും പുറത്തിറങ്ങുവാൻ സാധിക്കും. ആദ്യത്തെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. പക്ഷെ പിന്നീടുള്ള ശ്രമങ്ങളിൽ ഇവർ തമ്മിൽ ഉറ്റ ചങ്ങാതിമാരായി മാറി, ഉറ്റ സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞപ്പോൾ തനിക്ക് രക്ഷപ്പെടുവാനുള്ള ആ പ്ലാന് അദ്ദേഹത്തെ അറിയിച്ചു. അടുത്ത പള്ളിമണി മുഴങ്ങുന്ന, മരണമണി മുഴങ്ങുന്ന ആ രാത്രിയിൽ എല്ലാം കൃത്യമായിരിക്കണം. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രം, മൃതശരീരം ശവപേടകത്തിലേക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആദ്യം ആ പേടകത്തിനകത്ത് കയറി കിടക്കുന്നത് ഞാനാണ്. അതിൻ്റെ മേളിൽ മൃതശരീരം നിക്ഷേപിക്കണം. എന്നിട്ടെല്ലാം ഉപചാരപൂർവ്വം നടത്തി അടക്കവും ചെയ്യണം. മണ്ണിട്ട് മൂടിക്കോ, ഞാൻ ശ്വാസം പിടിച്ച് കിടന്നോളാം. ആളുകളൊന്ന് മാറിക്കഴിയുമ്പോഴത്തേന് മണ്ണു മാറ്റി എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി. മരണമണി മുഴങ്ങി. ആ മനുഷ്യൻ പേടകത്തിനകത്ത് കയറിക്കിടന്നു. തൊട്ടടുത്ത നിമിഷം വിറങ്ങലിച്ച ശവശരീരം എല്ലാ ഉപചാരപൂർവ്വം നടക്കുകയാണ്. ഒടുവിൽ മണ്ണിട്ട് മൂടുന്നു, ശ്വാസം പിടിച്ച് കിടക്കുന്നു. അയാൾ പ്രതീക്ഷിക്കുകയാണ് സുഹൃത്ത് വരും, വരാതിരിക്കത്തില്ല. പക്ഷേ മിനിറ്റുകൾ മാറ്റപ്പെടുന്നു, ശ്വാസം കിട്ടുന്നില്ല. എന്തേ സുഹൃത്ത് വരാത്തത്? ചിന്തിച്ചു നിൽക്കുമ്പോൾ അന്താളിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. രക്ഷിക്കാമെന്ന് പറഞ്ഞ നീഗ്രോ ഇല്ലേ, രക്ഷിക്കാമെന്ന് പറഞ്ഞ മനുഷ്യന്റെ ശവശരീരത്തേലാണ് താൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. ആ മരണമണി മുഴങ്ങിയത് ആ മനുഷ്യന് വേണ്ടിയായിരുന്നു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക ലോകത്തിൽ മനുഷ്യർക്ക് എവിടെയാ ആശ്വസിക്കുവാൻ വകയുള്ളത്? 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് 24 വർഷം. ആഴിയെ കണ്ടറച്ച മനുഷ്യൻ ആകാശത്തെ കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്നെന്നൊക്കെ പറയുന്നത് സത്യമായ യാഥാർത്ഥ്യം. പക്ഷെ 24 വർഷത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. പരൽമീനെ റാഞ്ചുവാൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളച്ചാട്ടത്തിനകപ്പെട്ടു പോയ കഴുകന്റെ അവസ്ഥയിൽ മനുഷ്യനിങ്ങനെ ഞെരിഞ്ഞമരുന്ന ഒരു കാലത്തല്ലേ നാം ജീവിക്കുന്നത്. 2000 ആണ്ടിന് ശേഷമില്ല 24 വർഷത്തെ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. ഹിമാലയൻ മഞ്ഞുമല ഉരുകുന്നതിനെ കുറിച്ച് നാം കേട്ടത് 2000 വർഷത്തിന് ശേഷമല്ലേ? മേഘവിസ്ഫോടനം എന്ന വാക്ക് നാം കേട്ടത് 2000 വർഷത്തിന് ശേഷമല്ലേ? ഓസോൺ പാളിയുടെ സുഷിരത്തെക്കുറിച്ച് നാം കേട്ടത് 2000 ആണ്ടിന് ശേഷമല്ലേ? ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരൻ, ടെസ്ലയുടെ ഒക്കെ ഓണറായിരിക്കുന്ന എലോൺ മസ്ക്, അദ്ദേഹത്തിന് മുമ്പ് ആ പട്ടം ചൂടിയിരുന്നത് ബിൽഗേറ്റ്സ് എന്ന മാന്യനായ ഒരു മനുഷ്യ സ്നേഹിക്കുക. 2016 ഒരു TV ഇന്റർവ്യൂവിൽ ബിൽഗേറ്റ്സിനോട് ഒരാൾ ചോദിച്ചു പോലും, നിങ്ങൾ പറയണം സാറേ, ഈ ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ അപകടകരമായ പ്രതിസന്ധി എന്താ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ആണബോംബോ ഹൈഡ്രജൻ ബോംബോ ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വൈറസുകളുടെ ആക്രമണമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 24 വർഷത്തിനകത്ത് 17ഓളം വൈറസുകൾ ആക്രമിച്ച ഒരു ഭൂമി. എണ്ണം പറഞ്ഞാൽ സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി
എലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ്, സിക്ക വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ചതും സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതുമാകുന്ന കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ അനന്തതയുടെ അഗാധത്തിൽ നിന്ന് അടിച്ചുയർന്ന് ഞൊരഞ്ഞു പതഞ്ഞു തീരത്തണയുന്ന തിരമാല പോലെ മനുഷ്യകുലത്തിന് നേരെ കടന്നുകയറ്റം നടത്തിയ കലികാലം. എവിടാ മനുഷ്യർ സുരക്ഷിതരായിരിക്കുന്നത്? ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്തിച്ചുകൊടിലെത്തിച്ചതിൽ പരമാർത്ഥ പങ്കുവഹിച്ച കവിയാ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, കവി അങ്ങയുടെ അഭിപ്രായം പറ, അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടാ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത ചക്രം പരിശോധിച്ച മഹാനായ കവി തൻ്റെ കവിതയിൽ പാടി പറഞ്ഞു വെച്ചു, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവനവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ്. പക്ഷെ കാലം മാറിയപ്പം, കാലഘട്ടം മാറിയപ്പം, കാലത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, മനുഷ്യൻ സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത കാലം. 5 വർഷത്തിൽ ലോകത്തിൽ നടക്കുന്ന അബോർഷനുകളെ കുറിച്ച് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോടെ പുറത്തു വന്ന ഏറ്റവും പുതിയ ജേർണലിൽ ഞാൻ വായിച്ചപ്പം മനസ്സിലായത് 5 കോടി കുഞ്ഞുങ്ങളാണ് ലോകത്തിലാകമാനം 5 വർഷത്തിനകത്ത് അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിനകത്ത് തന്നെ 1.5 കോടിയിലധികം കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരങ്ങളിലാണ് കൊല്ലപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്തൊരു കാലം. എന്നാൽ ഇന്ന് രാത്രികാലം ഈ ഓഡിറ്റോറിയത്തിനകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു സുരക്ഷിതത്വം അവകാശപ്പെടാനുണ്ട്. അതല്ലേ നമ്മുടെ ആത്മധൈര്യം, അതല്ലേ നമ്മുടെ പ്രത്യാശ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ ചിറകിന്റെ നിഴലിൽ ആ ബലിഷ്ഠമായ കരത്തിന്റെ കരുതലുകൾ അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കര ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്യാം. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ അടുത്ത സമയത്ത് ഒരു ഇരുമ്പ് വടം കെട്ടിയതിനെ കുറിച്ച് ഞാൻ വായിച്ചു. അഭ്യാസിയായ ഒരു മനുഷ്യൻ ആയാസരഹിതനായിട്ട് ആ വടത്തിലൂടെ അക്കരെ കയറി. അക്കരെ ചെന്നേച്ച് ചലഞ്ച് ചെയ്ത അയാൾ ചോദിച്ച്, ആരേലും ഉണ്ടോ എൻ്റെ കൂടി വടത്തിൽ ഇങ്ങേക്കരയിലേക്ക് വരാൻ? എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ അയാളുടെ മോൻ പറഞ്ഞു, ഡാഡി ഞാൻ തയ്യാറാ അങ്ങയോടൊപ്പം മറുകരയിലേക്ക് വരുവാൻ. ഒന്നിച്ചവർ യാത്ര പുറപ്പെട്ടെ. പോകുന്ന വഴിക്ക് ഏകദേശം നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ കാലാവസ്ഥ ഒരു തെല്ലുമാറ്റം. അന്തരീക്ഷം ആകപ്പാടെ മാറി, കാറ്റടിച്ചു. ഇരുമ്പ് വടം പെതുക്കെ ഒന്ന് ആടി വലയാൻ തുടങ്ങി. കുഞ്ഞന്താളിച്ചപ്പം അപ്പം കുഞ്ഞിനോട് പറയാം, മോനെ സ്വയമായിട്ട് ബലം പ്രയോഗിക്കാതെ ഡാഡിയോട് പറ്റി നിൽക്ക്, ഡാഡി അങ്ങ് അക്കരെ എത്തിക്കാം. ഇന്ന് രാത്രി എനിക്കും മനുഷ്യരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, സ്വയമായിട്ട് ബലം പ്രയോഗിക്കരുത്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. പറ, അവൻ എൻ്റെ നാമത്തെ അറിയാ. ഇന്ന് രാത്രികാലം ഞാൻ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ അകത്തുനിന്ന് എന്നെ കൈപിടിച്ച് കരകയറ്റുവാൻ എൻ്റെ കർത്താവും മതിയായവനാണെന്ന് ഉറപ്പുള്ളവരൊക്കെ ആ കര ഉയർത്തിപ്പിടിച്ച ഒരു അല്പസമയങ്ങൾ പോരാ. ഈ ശബ്ദമൊന്നും പോരാ. ഇത് പെന്തക്കോസ്തുകാരുടെ യോഗമാ. പെന്തക്കോസ്തുകാരുടെ യോഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നാം ആവോളം ആസ്വദിക്കുന്നവരാ. അത് ആസ്വദിക്കുന്ന ദൈവമക്കൾ ഉറക്കെ പറ, ഇന്ന് രാത്രി ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ അകത്തുനിന്ന് ഞാൻ ഈ യോഗത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ കാരണം ഒത്തിരി ചിട്ടയോടെ നടത്തുന്ന ഒരു യോഗമാണെന്ന് എനിക്ക് മനസ്സിലായി. തല്ലിക്കൂട്ടി യോഗം അല്ലിത്. ഈ യോഗത്തിന് വേണ്ടി കുറഞ്ഞത് ഒരു 7 മാസം മുമ്പ് ഡേറ്റ് തന്നതാ. അച്ഛനായ ഡേറ്റ് 7 മാസം മുമ്പേ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെർത്തിൽ ഒരു യോഗത്തിലൂടെ ഈ ആഴ്ച പ്രസംഗിച്ചേ വരത്തുള്ളായിരുന്നു. ഈ യോഗത്തിന് ഡേറ്റ് തന്നത് കൊണ്ട് മാത്രം കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് വേണ്ടി ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, പ്രതിസന്ധികളുടെ അകത്ത് കിടക്കുന്ന ചിലരെ ഇന്ന് രാത്രി കൈ പിടിച്ച് സ്വർഗം കയറ്റുന്ന രാത്രിയാ. ഒത്തിരി കടഭാരം അനുഭവിക്കുന്ന, ഒത്തിരി രോഗം അനുഭവിക്കുന്ന, ഒത്തിരി പ്രയാസം അനുഭവിക്കുന്ന നിങ്ങൾ ഈ രാത്രികാലം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരോടും അനുവാദം ചോദിക്കാതെ ദൈവത്തെ സ്തുതിച്ചോണം. ആരോടും അനുവാദം ചോദിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. അതിന് എൻ്റെയോ തോമസ് ഫിലിപ്പ് വാസ്മയോ ഒന്നും അനുവാദം വേണ്ട. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, പ്രതിസന്ധികളുടെ അകത്തുനിന്ന് കൈകയറ്റുവാൻ
ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരൊക്കെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിക്കാട്ട്. ദൈവസാന്നിധ്യം അറിയുമ്പോഴൊക്കെ ദൈവമക്കൾ ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനങ്ങളാണല്ലോ ആരാധന. മനുഷ്യന് കയറ്റാൻ കഴിയാത്ത കുഴികളുടെ അകത്തു നിന്ന് നമ്മെ കൈപിടിച്ച് കയറ്റിയ ആ സ്നേഹത്തെ ഓർക്കുമ്പോഴാണല്ലോ ഇന്ന് രാത്രി നമ്മൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഈ യോഗങ്ങൾ ഒത്തിരി പേരെ കുഴിക്കകത്തുനിന്ന് കയറ്റുന്ന യോഗങ്ങളാ. കടഭാരത്തിന്റെ കുഴിക്കകത്ത് കിടക്കുന്ന, രോഗത്തിന്റെ കുഴിക്കകത്ത് കിടക്കുന്ന, നിരാശയുടെ കുഴിക്കകത്ത് കിടക്കുന്ന ഒത്തിരി മനുഷ്യര് കരകയറുന്ന യോഗമായി ഈ യോഗം. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിനകത്തു നിന്ന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം എൻ്റെ കൈ എനിക്കും പൊന്നച്ചൻ പാസ്റ്ററൊക്കെ ഒത്തിരി ശുശ്രൂഷാനുഭവങ്ങൾ ഒന്നിച്ചുണ്ട്. ദൈവം മനുഷ്യരൊക്കെ ഇങ്ങനെ കൈപിടിച്ച് കയറ്റുന്നതിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഈ ദിവസം മുഴുവൻ പറഞ്ഞാലും തീരത്തില്ല. ഇന്നേക്കൊരു 29 വർഷം മുമ്പ് ഇതുപോലൊരു യോഗം ദൈവസഭയുടെ ഓവർസറായിരുന്ന VCT സാറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നടന്നു. ഒരു 100-400 പേരിരിക്കുന്ന യോഗം. ആ യോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ആത്മപ്രേരണയിൽ ഒരു മനുഷ്യൻ്റെ തലേ കൈവച്ച് ദൂത് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ മൈക്ക് അവിടെ വെച്ച് ഇറങ്ങിച്ചെന്ന് അങ്ങേറെ തലേ കൈവച്ചു പറഞ്ഞു, മനെ മീൻ്റെ ചെതുമ്പല ചൂണ്ട കിടക്കുന്നത്, ഉടലയിലേക്ക് ചൂണ്ട വീഴുന്നതിന് മുമ്പ് നിന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ നിന്റെ ചരിത്രം ദൈവം മാറ്റും. യോഗം കഴിഞ്ഞ് എല്ലാവരും പോയി, അങ്ങേര് പോയില്ല. അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, മോൻ പറഞ്ഞത് എൻ്റെ അവസ്ഥയാ. ഞാൻ 85 ലക്ഷം രൂപ കടക്കാരനാ. ഇപ്പോഴല്ല, 28 വർഷം മുമ്പ് ഒരു മാസം 1 ലക്ഷം രൂപ പലിശ കൊടുക്കുക. ഞാൻ കരകയറുവോ? എൻ്റെ അപ്പം പറഞ്ഞു, ഉറപ്പല്ലേ, ദൈവമല്ലേ പറഞ്ഞത് കരകയറുവെന്ന്. കയറി. കോന്നിക്കാരൻ അതുല്യ ജോസ് പാസ്റ്റർ ഇന്ന് ലോകം മുഴുവൻ മൈക്ക് കെട്ടി പറയാ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന്. കാരണം എന്നാ? ഒരുത്തനെ ദൈവം കരകയറ്റാൻ തീരുമാനിച്ച ആർക്കാ തടയാൻ പറ്റുന്നത്? ഇന്ന് രാത്രി എളമ്പലിൽ ചില പച്ചയായ മനുഷ്യരെ ദൈവം കരകയറ്റാൻ തീരുമാനിച്ചിരിക്കുക. ആരെല്ലാം നിന്നെ തടഞ്ഞു നിർത്താൻ നോക്കിയാലും ആ വിചാരം നശിപ്പിച്ച നിന്റെ കുടുംബത്തെ, രോഗം നശിപ്പിച്ച നിന്റെ കുടുംബത്തെ, കടഭാരം നശിപ്പിച്ച വിശ്വസിച്ചോ? എന്നെ കേൾക്കുന്ന മനുഷ്യരോടൊക്കെ ഞാൻ ഉറക്കെ പറയുക, സ്വർഗം നിങ്ങളെ കരകയറ്റാൻ തീരുമാനിച്ചിരിക്കുക. ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിര് നിന്നാലും ഇന്ന് നിങ്ങളുടെ കെട്ടുപൊട്ടും. ഇന്ന് നിങ്ങളുടെ വഴി തുറക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ ആ 2 കരം ഉയർത്തിപ്പിടിച്ച് ഉറക്കെ വിളിക്ക, യേശുവേ. ഒത്തിരി മനുഷ്യർ കരകയറുന്ന ദിവസങ്ങൾ, ഒത്തിരി മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസങ്ങൾ. പ്രതീക്ഷയോടെ യോഗങ്ങളിൽ വാ. ഇന്ന് രാത്രി മാത്രമല്ല, 4 രാത്രിയിലും ഒത്തിരി മനുഷ്യരെ കർത്താവ് കൈപിടിക്കാൻ പോവാ. യെസ്, പ്രതീക്ഷയോടെ തിരുവചനത്തിൻ്റെ ചുറ്റാകെ തുടരുമ്പോൾ രാത്രിയുടെ വേദവിചിന്തനത്തിനായി നാം ശ്രദ്ധിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. എനിക്ക് സാധാരണ വാക്യങ്ങൾ വായിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മെസ്സേജിന് വാക്യങ്ങൾ വായിച്ചു തരേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് ദയവായിട്ട് ഒരാൾക്കൊരു മൈക്ക് കൊടുത്താൽ അവരാ മൈക്കിലൂടെ വായിക്കുകയാണെങ്കിൽ ഞാനൊരു 10 വാക്ക് ഒത്തിരി പറയുന്നതിലും നല്ലത് അങ്ങ് ആ വാക്യങ്ങളിൽ കൂടെ കാര്യം മനസ്സിലാകും. അതുകൊണ്ട് മൈക്കിലൂടെ അത് വായിക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 16, ലൂക്കോസ് 14-16 മുതലുള്ള വാക്യങ്ങൾ. മതി. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച്, മൈക്ക് ഒരാൾക്ക് കൊടുക്കണേ ദയവായിട്ട്. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവൊഴിവുകൾ പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ
ചെന്ന് കാണേണ്ടത് ആവശ്യമുണ്ട്. എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തവൻ അവനോട്, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഈ രാത്രിയിലെ സന്ദേശത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുത്താൽ, എ ഫീസ്റ്റ് ഫോർ വൈസ് മെൻ, ജ്ഞാനികൾക്ക് വേണ്ടിയുള്ള വിരുന്ന്. ഞാൻ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ അഴകിൻ്റെയോ അറിവിൻ്റെയോ പേരിൽ ആരെയും വേർതിരിച്ചിട്ടില്ല. ബൈബിളിൽ ഒരു വേർതിരിവുണ്ടെങ്കിൽ അതൊറ്റ അർത്ഥത്തിലാണ്: ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് ജ്ഞാനിയുടെ യാത്ര മേലോട്ടാകും. അപ്പം ബൈബിള് പറയുന്നു മനുഷ്യൻ 2 കൂട്ടമാണ്. ഒന്ന് ബുദ്ധിയുള്ളവരും, 2 ബുദ്ധി ഇല്ലാത്തവരും. ബുദ്ധിയുള്ള കന്യകമാർ, സ്തോത്രം. ബുദ്ധിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഏതെല്ലാം പ്രതീകങ്ങൾ നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിലെ സന്ദേശം ജ്ഞാനികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വിരുന്നാണ്. എന്താ ഈ വിഷയത്തിൻ്റെ പ്രമേയം? ഭക്ഷണം എന്ന പ്രതീകത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദൈവരാജ്യം എന്ന വ്യവസ്ഥയെ യേശു വെളിപ്പെടുത്തുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150 സംഭവങ്ങളാണ് 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 43 ഉപമകളും, അപ്പോൾ തന്നെ യേശുവിൻ്റെ ജനനം, മരണം, ഉയർപ്പ് തുടങ്ങി 40ഓളം അത്ഭുതങ്ങളും ഉൾപ്പെടെ 150 സംഭവങ്ങൾ 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പീരായ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ, ആ വിഷയത്തെക്കുറിച്ചാണ് 13 ഉപമകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറക്കരുത്, മൊത്തം 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന 150 സംഭവങ്ങൾ, 43 ഉപമകൾ, ജനനം, മരണം, ഉയർപ്പ് ഉൾപ്പെടെ 40 അത്ഭുതങ്ങൾ. അപ്പോൾ തന്നെ ദൈവരാജ്യം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 13 ഉപമകൾ. ഈ 13 ഉപമകളെയും നമുക്ക് വേർതിരിക്കുവാൻ കഴിയും. 5 കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്, 4 പണവുമായി ബന്ധപ്പെട്ടതാണ്, 2 ഫീസ്റ്റ് അഥവാ വിരുന്നുമായി ബന്ധപ്പെട്ടതാണ്, 1 ഫിഷിങ് അഥവാ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊരെണ്ണം ഭക്ഷണം പാകം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട 13ഓളം ഉപമകൾ. ഞാൻ പറഞ്ഞു 2 ഉപമകൾ വിരുന്നുമായി ബന്ധപ്പെട്ടതാണ്. വിരുന്ന് എന്ന് പറയുമ്പോൾ തന്നെ യഹൂദ വിവാഹത്തിന് 2 വശങ്ങളാണുള്ളത്. ഒന്നാമത്തതിൻ്റെ പേര് എറുസിൻ എന്നാണ് പറയുന്നത്. എറുസിൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം വിവാഹ നിശ്ചയം എന്നാണ്. വിവാഹ നിശ്ചയത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും. അവൻ അധ്വാനിച്ചതിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. കയ്യിലേക്ക് കൊടുത്തിട്ട് അവളോട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമായി, അതുകൊണ്ട് നമുക്ക് പാർക്കുവാൻ ഞാനൊരു വീടൊരുക്കുവാൻ പോകുകയാണ് എന്ന്. വീടൊരുക്കിച്ച് നിന്നെ ചേർക്കുവാൻ വരുമോ, അന്നു വരെ നീ കാത്തിരിക്കണം എന്നതിനു വേണ്ടി കാത്തിരിക്കുവാനുള്ള ആ വലിയ ആഹ്വാനം നൽകിയിട്ട് അവളുടെ കയ്യിലവന് പണമേൽപ്പിക്കും. അങ്ങനെ ആ 10 ദ്രഹ്മയുടെയൊക്കെ കഥ. പണം മാത്രമല്ല ഏൽപ്പിക്കുന്നത്, അവളുടെ മുഖത്തവൻ ഒരു മൂടുപടം ഇടും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി, അല്ലേ? മൂടുപടം ഇടും. മൂടുപടം ഇടുമ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരായതുകൊണ്ട് തോമസ് ഫിലിപ്പോസൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യം അത്. എന്താ? പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും മരിച്ചാൽ അവസാനത്തെ ശുശ്രൂഷ നടത്തുമ്പോൾ ദൈവാസമാരായി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന് ഇപ്പം എന്ത് ചെയ്തേ, മുഖം മൂടിക്കേ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച, വേർപെട്ട ദൈവകൃപയുള്ള അച്ഛൻ്റെ മുഖം പിള്ളേർ വന്ന് മൂടും. അപ്പോൾ അച്ഛൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഇന്നലെ വരെ എളമ്പല്ലെ അസംബ്ലീസ് റോഡ് സഭയിൽ
നിങ്ങളുടെ കൂടെ ഞാൻ ആരാധിച്ചു. പക്ഷേ ഇന്ന് ഭൂമിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞിട്ട് എൻ്റെ മണവാളൻ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ വീടിനെ കത്തുകൊണ്ട് ഞാനിങ്ങനെ കല്ലറയ്ക്കകത്തിരിക്കുക. പക്ഷേ എനിക്കൊരുറപ്പുണ്ട്, എൻ്റെ നിസ്യൂൻ നടക്കും. യെറൂശലേം നടന്ന എൻ്റെ നിസ്യൂൻ നടക്കും. എന്നാ അത് നടക്കുന്നത്? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും. അന്ന് മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് പറപ്രിയപ്പെട്ടവരെ അതേ പ്രതിമയായി യെരൂശലേം നിസ്യൂൻ യഹൂദ വിഭാഗത്തിൻ്റെ 2 ഘട്ടങ്ങളാണ്. ഇതുപോലെ തന്നെ വിരുന്നിനും 2 വശമുണ്ട്. ഒന്നാമത്തേത് വിരുന്നിനെ കുറിച്ചുള്ള അറിയിപ്പ്. അത് പ്രവാചകന്മാരിലൂടെല്ലാം ദൈവം അറിയിച്ചു. ഇനി എല്ലാം ഒരുങ്ങിക്കഴിയുമ്പോൾ ആളുകളെ അയച്ചത് അറിയിക്കും. അതാണ് പുത്രനിലൂടെ ഒരുക്കപ്പെട്ട രക്ഷയെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരോട് കൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വാ 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 വാ. പക്ഷെ മനുഷ്യർക്ക് ദൈവരാജ്യമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴി ഇല്ല. അമ്മ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിൽ ട്രിക്കുണ്ട്. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അപ്പനെന്ന നിലയിൽ ഒരിടത്ത് ഞാൻ പരാജയപ്പെട്ടിട്ടുള്ള സത്യ. എവിടെയെന്നറിയോ പാസ്റ്ററെ? പിള്ളേർക്ക് മരുന്ന് കൊടുക്കാൻ. എൻ്റെ ഭാര്യ സ്കൂൾ ടീച്ചറാ. പനിയൊക്കെ ഉള്ള സമയത്ത് അവൾ പോകുമ്പോൾ പറയാം, ചേച്ചാ ഇത്ര ഔൺസ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ചു കൊടുത്തതല്ല, അവന്മാർ ഇങ്ങോട്ട് അതിനെക്കാട്ടി കമട്ടിയിട്ടുണ്ട്. അതന്നെ, അത് അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു ട്രിക്കാ. മരുന്ന് കൊടുക്കാൻ അല്ലേ? ഏതെങ്കിലും അപ്പന്മാർ കൊടുത്താൽ വിജയിക്കുമോ? പക്ഷെ അങ്ങനെ ഒരു ട്രിക്കില്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അമ്മ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നത് പോലെ ഒരു ട്രിക്ക് ഇല്ല. എല്ലാവർക്കും ദൈവരാജ്യമൊക്കെ ഇഷ്ടാ. പക്ഷേ സ്തോത്രം, 3 പേര് പറയുന്ന ഒഴിവൊഴിവാ ഇന്ന് രാത്രിയിലെ എൻ്റെ സന്ദേശം. ട്രിക്കുകൾക്കൊക്കെ അപ്പുറത്ത് ദൈവരാജ്യത്തെ ഒരാൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണമെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടണം. അങ്ങനെ ആ വചനം പറഞ്ഞ് ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. അവറാച്ചാനും അറിയാമേ, അവറാച്ചാൻ പാവം പിടിച്ചോനാണേലും 1.25 ഏക്കറുണ്ട് കൃഷി ചെയ്യാൻ. പുള്ളി അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ കറിയാച്ചൻ്റെ പറമ്പിൽ ആ പാറപ്പോടിനോട് ചേർന്ന് നട്ടുച്ചവെയിലിൽ എന്തോ ഒന്ന് തിളങ്ങുന്നു. ആദ്യം ഓർത്ത് തോന്നലായിരിക്കുമെന്ന്, പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോൾ വല്ലാത്ത തിളക്കം. അടുത്തിയെന്ന് നോക്കിയപ്പോൾ കണ്ടു രത്നശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നിധിക്കൂട്ടം. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ പറമ്പിലെ കുറച്ച് വാഴക്കച്ചയൊക്കെ എടുത്ത് ഇത് മറച്ചിട്ടു. നേരെ ഉച്ചയ്ക്ക് മറിയാമ്മയോട് പോലും ചോദിക്കാതെ കറിയച്ചൻ്റെ വീട്ടിൽ ചെന്നു. കറിയച്ചനോട് ചോദിച്ചു, കറിയച്ചാ, ആ പാറപ്പൊട്ട് നിൽക്കുന്ന ആ സ്ഥലം കൊടുക്കുന്നു? കറിയച്ചനടുത്ത് മത്തായിച്ചനെ ഏതാണ്ട് ഉച്ചയ്ക്ക് ഇരിക്കണ്ട ഉച്ച ചൂടടിച്ച് അല്ലെ പിന്നെ പാറപ്പൊട്ട്. കറിയച്ചൻ പറഞ്ഞു, കൊടുത്തേക്കാം മത്തായിച്ച. മത്തായിച്ചൻ വില പറ. മത്തായിച്ചൻ പറഞ്ഞു, ഇല്ല കറിയാച്ചൻ എന്നാ വില പറഞ്ഞാലും ഞാനത് തരാം. കറിയാച്ചൻ ഉറപ്പിച്ചു, ഇങ്ങേർക്ക് വട്ട് തന്നെയാ, അല്ലെ പിന്നെ ഈ പാറപ്പൊട്ടിന് എന്നാ വില പറഞ്ഞു. അപ്പൊ തന്നെ അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തു. എഗ്രിമെന്റ് സൈൻ ചെയ്തു വന്നപ്പോഴാ ചാക്കോച്ചൻ കണ്ട് കറിയാച്ചനോടിച്ചു, എവിടെ പോയാ? അത് മത്തായിച്ചനോടിച്ചു, എവിടെ പോയാ? ഞാൻ എന്താ കറിയാച്ചൻ്റെ വീട്ടിൽ. എന്തിനാ? കറിയാച്ചൻ്റെ പാറപ്പൊട്ട് മേടിക്കാൻ.
ചാക്കോച്ചൻ ലോകം മുഴുവൻ പാട്ടാക്കി. അവിടെ ചെന്നപ്പോഴത്തേനും മറിയച്ചേടത്തി ഇങ്ങനെ വടിയും കൊടയായിട്ട് നിൽക്കുക. മറിയച്ചേടത്തി ആരോടും ചോദിക്കാതെ എന്നാ വട്ടാച്ചാ കാണിച്ചേ. മറിയച്ചേടത്തിയെ മാറ്റി നിർത്തിച്ച് അത്താച്ചൻ പറഞ്ഞു, എടി നീ ആരോടും പറയരുത്, കറിയാച്ചൻ്റെ വയലിൽ ഞാനൊരു നിധി കണ്ടു. നമ്മുടെ വാഴക്കച്ച് കൊണ്ട് ഞാനത് മറച്ചിട്ടച്ച് കറിയാച്ചനുമായിട്ട് ഞാൻ എഗ്രിമെന്റ് ഏർപ്പെട്ടു. അതുമാത്രമല്ല, നമ്മുടേത് മൊത്തം വിൽക്കാനായിട്ട് ഞാൻ മനോരമ പരസ്യം കൊടുത്തിരിക്കുക. നാളത്തെ പത്രത്തിൽ വരും, പിറ്റേ ദിവസത്തെ പത്രത്തിൽ ദണ്ട് മറിയാമ്മയുടെ അതെ മത്തായിച്ചൻ്റെ മുഴുവൻ പറമ്പും വിൽക്കുന്നു. എല്ലാവരും പറഞ്ഞു വട്ട. എന്നാ ഇങ്ങനെ ഇത് ചെയ്യാൻ കാരണം? ഒറ്റക്കാരിയ നിധി കണ്ടു. നിധി കണ്ടാ പിന്നെ അതുകൊണ്ടല്ലേ നിധി കണ്ട മർത്തോമാപ്പള്ളി വിടും, നിധി കണ്ട കത്തോലിക്കപ്പള്ളി വിടും, നിധി കണ്ട യാക്കോബപ്പള്ളി വിടും. പണ്ട് നിധി കണ്ട് ഇറങ്ങിയപ്പം ആൾക്കാർ കളിയാക്കി, മറിയാമേ നിനക്കറിയാമോ മർത്തോമായിലെ മറുഭാഷ? അത് പിന്നെ പത്യമായി, അതെ സത്യമായി, പെന്തക്കോസ്തായി. എന്നാ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ പലതും ത്യജിച്ചിറങ്ങിയത് ഒറ്റക്കാരിയ നിധി കണ്ടു. സ്തോത്രം. അച്ഛാ, ഞാൻ റാന്നിയിൽ ഒരു കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാ. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുടിക്ക് ഒരു കുറവില്ലാത്തവർ. എൻ്റെ അമ്മച്ചന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം തരം കുടിയന്മാരാ. സ്വത്രം. 38 വയസ്സെന്നൊക്കെ പറയുന്നത് റാന്നി വെല്ലുവിളിയുടെ കല്ലറ കയറാനുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രായോ. എനിക്ക് 41 ഉണ്ട്. കഴിഞ്ഞ മാസവും 41കാരൻ കല്ലറയ്ക്കകത്ത് കയറി. എന്നാ കാരണമെന്നറിയോ? ചങ്ക് കയറലും പോവും. കാരണം 1ാമത്തെ വയസ്സ് മുതൽ ഇങ്ങനെ ഞങ്ങളുടെ നാക്കൽ തൊട്ടു തരും. എന്താണെന്നറിയോ? ഞങ്ങൾ ഉറുകായിന്ന് വന്നുകൊണ്ട് അവിടുത്തുകാരായതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് മദ്യം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എൻ്റെ വല്യപ്പൻ വെല്ലുവിളിയിലെ കപ്പിയാരായിരുന്നു. കപ്പിയാരല്ല, അതിന് കഴിവില്ലാഞ്ഞുകൊണ്ട് വിക്കനായിരുന്നുകൊണ്ട് അദ്ദേഹം പിടിയരിവിരുവുകാരനായിരുന്നു. എൻ്റെ വല്യപ്പൻ്റെ അനിയനുണ്ട്, നിമിഷ കവിയാ, പുതുപ്പറമ്പി തോമാച്ചൻ. അങ്ങേറെ ഒരു കഴിവൊക്കെയാ എനിക്ക് ഈ പ്രസംഗത്തിൽ കിട്ടിയിരിക്കുന്നതെന്നാ ഞങ്ങളുടെ റാന്നിക്കാർ മുഴുവൻ പറയുന്നത്. നിമിഷ കവിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വല്യപ്പൻ പാവം പിടിച്ചോൻ പിടിയരിവിരിവ. എല്ലാ വീട്ടിലും പോയി പിടിയരിവിരിക്കും. കാര്യം പള്ളിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ കടങ്ങാത്ത ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴായി ബൈബിള് വായിച്ചപ്പം പുള്ളിക്കാരന് മനസ്സിലായി, ഈ വടിയും കൂടെ ഒന്നുമല്ല നിത്യതയെ കൊണ്ടുപോകുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നുള്ള വാക്യം. സ്തോത്രം. അന്ന് പുള്ളിക്കാരൻ ഈ പാരമ്പര്യം വിട്ടേച്ച് പെരുമ്പഴക്കടവിൽ സ്നാനപ്പെട്ടച്ച് കയറി വന്നപ്പം എൻ്റെ വല്യപ്പൻ്റെ അപ്പം പറഞ്ഞു, നീയും നിൻ്റെ പിള്ളേരും മുടിഞ്ഞു പോവും. മുടിയാനുള്ള വഴിയെല്ലാം അങ്ങേര് ചെയ്തു. എല്ലാവർക്കും 9 ഏക്കർ കൊടുത്തപ്പം എൻ്റെ വല്യപ്പന് മാത്രം വഴിയില്ലാത്തടത്ത് ഒരു 3/4 ഏക്കർ അപ്പച്ചൻ അതോ കിട്ടിയ വിലയ്ക്ക് അനിയന് കൊടുത്തേച്ച് അങ്ങ് അത്തിക്കകത്ത് കുടിയേറിയതാ. പക്ഷേ അവിടെ ചെന്നപ്പോഴും എൻ്റെ വല്യപ്പൻ്റെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു. മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടുംബക്കാര്. പക്ഷേ 1500 ശാഖക്കാരുള്ള 9 അപ്പന്മാരുടെ മക്കളായി 1500 ശാഖക്കാരുള്ള കണ്ണങ്കര കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം റാന്നിയിൽ നിന്ന് പറഞ്ഞെന്ന്. ഈ അനീഷ് പാസ്റ്ററൊക്കെ നമ്മുടെ കുടുംബത്തിന് ഒരഭിമാനം. എങ്ങനെ പറയാതിരിക്കുന്നത്? ഈ ഡിസംബർ മുതൽ ഞാൻ പോയത് എൻ്റെ കയ്യിൽ എണ്ണാവുന്നതിൽ കൂടുതൽ രാജ്യങ്ങളില്ല. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഈ നിധി കണ്ടാവുണ്ടല്ലോ, ചിലതൊക്കെ വിട്ടാലുണ്ടല്ലോ, അതൊന്നും നഷ്ടമല്ല. സ്തോത്രം. പക്ഷെ ഒരുത്തം പറയാ, നിധി കണ്ടിട്ട് ഒരുത്തം പറയാ എനിക്ക് മനസ്സില്ല. എന്നാ കാരണം? നിധി ഒന്നാമത്തവൻ പറഞ്ഞ എക്സ്ക്യൂസ് കേട്ടോ വെച്ചാ, ഒന്നാമത്തവൻ പറയാ ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടത് ആവശ്യമുണ്ട്. ഇങ്ങനെ കുറിച്ച് വായിച്ച് എന്താ ഞാനൊരു ആണു. അയ്യോ, ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനൊരു മണ്ടന. നമ്മളല്ല എവിടെല്ലാം ആധാരം എഴുതിച്ചിട്ടുണ്ട്. ആധാരം എഴുതുന്നതിന് മുമ്പ് ഭാര്യയെ കാണിക്കും, മക്കളെ കാണിക്കും, അമ്മായിപ്പനെ കാണിക്കും, അമ്മായിമ്മയെ കാണിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലേ നമ്മൾ ആധാരം എഴുതാൻ പോകത്തുള്ളൂ. ദണ്ട് ഇങ്ങനെ പേര് കൂട്ടിവെച്ച് വന്നേച്ച് പറയാ ഞാൻ നിലം മേടിച്ചു, എനിക്കത് എന്ത് ചെയ്യാൻ പോകണം? ഇങ്ങേറെ ആവശ്യം എന്താണെന്നറിയോ? ഇങ്ങേർക്ക് ആത്മീകമൊക്കെ ഇഷ്ടം. പക്ഷേ അങ്ങേറെ ആത്മീകമാകണമെങ്കിൽ ഇങ്ങേർക്കൊരു പ്രശ്നമുണ്ട്. എന്തായാലും പറയുന്നത്, ഐ വാണ്ട് ടു സീ സംതിങ്. എനിക്കൊരു ഉണർവൊക്കെ ഉണ്ടാകണമെങ്കിൽ എനിക്ക് വല്ലതൊക്കെ ഒന്ന്. ഹലോ, സ്വത്രം.
വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കുന്ന മെസപ്പത്തോമയുടെ കിഴക്ക് വടക്ക് കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് ഒരു മനുഷ്യൻ വടിയും കൊടയെല്ലാം വിട്ട് ചിറങ്ങി വരിക. പേര് അബ്രഹാം എന്ന. അപ്പം ഞാൻ അങ്ങേരോട് ചോദിച്ചു, താൻ എന്തിനാ പുറപ്പെടുന്നു? അന്നേരം പറയാ, ദൈവം വിളിച്ചോണ്ടാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ എന്തൊക്കെ? അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ 5 വിളി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് രാത്രി എനിക്കും അത് പറയാനുണ്ട്. ആര് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയാലും 5 വിളി. ഉറക്കെ പറ, 5 മറക്കരുത്. 5. ഒന്നാമത്തെ വിളിയാ ഉൽപ്പത്തി 12:1, കോളിംഗ് ഫോർ സെപ്പറേഷൻ, വേർപെടാനുള്ള വിളി. പാരമ്പര്യത്തെയും പട്ടത്തെയും പൗരോഹിത്യത്തെയും പള്ളിമേടയൊക്കെ ത്യജിച്ചേച്ച് ഇറങ്ങി വരണം, വേർപെടാൻ. ആഴം നോക്കാതെ അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി വരണം. എന്തിന്? പറ, വേർപെടാൻ. സ്വോത്ര അവിടെ ഞാൻ നിൽക്കാൻ പോവാ. അതിനുമ്പ് തിരിച്ചു വരാൻ 4 വിളി ഇവിടെ കേൾക്കണ്ടായോ? രണ്ടാമത്തെ വിളിയാ ഉൽപ്പത്തി 15. എന്തിന്റെ വിളിയാന്നറിയാവോ? ഉറപ്പിന്റെ വിളി. എന്നാ കാരണം? ഒത്തിരി യുദ്ധം നടന്ന 14 അധ്യായം സഹോദരനെയൊക്കെ പോരാട്ടത്തിൽ നിന്ന് താൻ പോയി രക്ഷിച്ചു. 318 അഭ്യാസികളുമായിട്ടൊക്കെ പോയി രക്ഷിച്ചു വന്നപ്പം പുള്ളിക്കൊരു പേടി, ഒരു അങ്കലാപ്പ്. എനിക്കൊരു ആവശ്യം വന്ന ആരുണ്ടെൻ്റെ കൂടെ? ഞാൻ ഇതുവരെ ഒറ്റയ്ക്കാണല്ലോ, ആരെന്നെ സഹായിക്കും? അപ്പം ദൈവം വിളിച്ചിറക്കി വെച്ച് പറഞ്ഞു, എടാ നീ ഒറ്റയ്ക്കല്ലടാ, എൻ്റെ പിന്നാലെ അല്ലേ നീ ഇറങ്ങിയത്, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് രാത്രികാലം നിന്റെ കൂടെ ലോകത്തിൽ ആരുമില്ലേലും നിന്റെ കൂടെ ആരുണ്ട്? ഉറക്കെ പറ. പറയാച്ച തൻ്റെ ഇടത്തോടെ പറ, ദൈവം ഉണ്ടെന്ന് പറ. ഇന്ന് രാത്രി ചുമ്മാതെ ഒരു പ്രസംഗം കേട്ട എഴുതി പോയിട്ട് പോകല്, ചാടി പിടിക്കണം ദൂതൊക്കെ. പറയാവോ? തൻ്റെ ഇടം ഉണ്ടോ? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ. അയ്യോ ജയദാസ് ബ്രദറെ, ദൈവം നമ്മുടെയൊക്കെ കൂടില്ലായിരുന്നേ, നമ്മളാരെങ്കിലും ഇവിടെ കാണും വരെ എത്തുവാ സുനിൽ പാസ്റ്ററെ. എൻ്റെ ദൈവം കൂടില്ലാതെ ആര് കൂടെ ഉണ്ടായിട്ട് എന്നാ കാര്യമുള്ളത്? ഇന്ന് രാത്രികാലം നിന്റെ കൂടുള്ള ദൈവം കാർമേഘങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി നിനക്കൊരു ഉറപ്പ് തരികയാ. ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ ഒപ്പം ഉണ്ട്. ഒത്തിരി യുദ്ധമൊക്കെ ഉണ്ടല്ലേ ഒത്തിരി പോരാട്ടമൊക്കെ ഉണ്ടല്ലേ, ഒത്തിരി വിഷമൊക്കെ ഉണ്ടല്ലേ, പക്ഷെ ഇന്ന് രാത്രി നിന്റെ കൂടെ ഒരുത്തനുണ്ടെന്ന്. ഇനി 17 അധ്യായം ആയപ്പം 2-ാം വാക്യത്തിൽ ഒരു വിളി. എന്തിനാണെന്നറിയാവോ? കോളിംഗ് ഫോർ പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരിക്കപ്പെടാനുള്ള വിളി. ഇവിടെ പെന്തിക്കോസുകാർക്ക് അബദ്ധം പറ്റുന്നത് 75-ാമത്തെ വയസ്സിൽ വിളിച്ചിറക്കിയത്. 17-ാം അധ്യായത്തിൽ ചെന്നപ്പോൾ 99 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഭാഷയെ പറഞ്ഞ 25 വർഷം വിശ്വാസ ജീവിതത്തിൽ 25 വർഷമായ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ കാഹളം തൊരിച്ചാൽ മാത്രം എല്ലാം തികഞ്ഞില്ലേ? പക്ഷെ 25-ാമത്തെ വർഷം വിളിച്ചു പറയാ, ഇങ്ങനൊന്നും നടന്നാ പോരാ, ഇച്ചിരൂടെ വിശുദ്ധനായിട്ട് നടക്കണം, ഇച്ചിരൂടെ നിർമ്മലനായിട്ട് നടക്കണം, ഇച്ചിരൂടെ അഭിഷേകത്തിൽ നടക്കണം, ഇച്ചിരൂടെ കൃപയ്ക്കകത്ത് നടക്കണം, ഇച്ചിരൂടെ ശക്തിപ്പെടണം. തികഞ്ഞെന്ന് വിചാരിക്കരുതേ. അസംബ്ലിസോട് സമൂഹമേ, തികഞ്ഞെന്ന് വിചാരിക്കരുതേ. ഞങ്ങളുടെ നാട്ടിലൊരു ഉണർവ് വെളിപ്പെടാൻ പോവുക. ആ ഉണർവിനകത്ത് ഞാൻ കാഴ്ചക്കാരനല്ല, ആ ഉണർവിനകത്ത് ഞാൻ പങ്കുകാരനാ. ആ ഉണർവിന്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇച്ചിരൂടെ വിശുദ്ധനാകാൻ ദൈവം എന്നെ വിളിക്കുമ്പോൾ ആ വിളിയോട് പ്രതികരിക്കാൻ. ഇനി 22-ൽ 4-ാമത്തെ വിളി എന്താണെന്നറിയാവോ? പരിശോധനയുടെ വിളി. നീ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്ക. ഞാനിതൊക്കെ കരയാതെ പറയാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ മൂത്ത മോൻ ഇവിടെ ഇരിപ്പുണ്ട്. സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 1.5 വയസ്സുള്ള സമയത്ത് ഒരു പ്രത്യേക രോഗം. എൻ്റെ വൈഫ് ഒന്ന് എംടെക്കിന് മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മീറ്റിംഗ് അന്ന് അനീഷ് തോമസ് അത്ര പ്രസിദ്ധനൊന്നുമല്ലെങ്കിലും പൊന്നച്ചൻ പാസ്റ്റർക്കൊക്കെ അറിയാം. ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അത് അന്നും സൂക്ഷിച്ചിട്ടുണ്ട്, ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്, ഇതുവരെ സൂക്ഷിക്കാൻ കൃപ തന്നു. അവസാനം വരെ സൂക്ഷിക്കാനുള്ള കൃപ തരാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം. സ്തോത്രം.
മീറ്റിംഗ് ഉള്ളപ്പോൾ ഞാനിവിടെ നിൽക്കുക വെച്ചാൽ, മീറ്റിംഗ് ഇല്ലാത്തപ്പോൾ മദ്രാസി അപ്പനും അമ്മയും ഇവളും കൂടെ അവിടെ താമസമുണ്ട്. 1.5 വയസ്സുള്ള കുഞ്ഞ് മാർച്ച് മാസത്തിലാണ്. അവിടെ ഒരു ദിവസം ചെന്നപ്പം ഈ TPM-കാരുടെ വലിയ കൺവെൻഷൻ നടക്കുന്നത് കണ്ടോണ്ട് അതൊന്ന് കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇവൻ ഈ വലിയ കോമ്പൗണ്ട് കണ്ടപ്പോഴത്തേനും ഓട്ടടാ ഭയങ്കര ഓട്ടം, തറയിൽ കൂടെ ഓട്ടം. പക്ഷെ പെട്ടെന്ന് കുഞ്ഞുണ്ടല്ലോ വയറെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര വേദനിക്കുന്നു. പാല് കൊടുക്കുന്നതെല്ലാം ഛർദ്ദിക്കുന്നു, മുലപ്പാല് കൊടുക്കുന്നത് ഛർദ്ദിക്കുന്നു. രാത്രി ആശുപത്രി കൊണ്ടുപോയി, ഡോക്ടർ മരുന്ന് കൊടുത്തു, ഛർദ്ദിച്ചു. ഇഞ്ചക്ഷൻ കൊടുത്തു, ഛർദ്ദിച്ചു. ഒടുവിൽ ട്രിപ്പിട്ട് അവിടെ ഇട്ടു. പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് നോക്കിയച്ച് എന്നോട് പറഞ്ഞു, ഒരു കുടലിനകത്ത് കയറി കിടക്കുക. ഇവിടുന്ന് 16 കിലോമീറ്റർ അപ്പുറത്ത് ശ്രീരാമേന്ദ്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ കൊണ്ട് പീഡിയാട്രിക് സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. പീഡിയാട്രിക് സർജൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുക. ഞാൻ ഡോക്ടറോട് ചോദിച്ചു അതിനകത്തിനാ. പുള്ളി പറഞ്ഞു, ബൾജ് ചെയ്തിരിക്കുന്ന കുടല് മുറിച്ച് കളയണം, യൂറിനും മോഷനും പോകാൻ പുറത്ത് സഞ്ചി വെക്കണം, എന്നിട്ട് 3 മാസം കഴിഞ്ഞ് റീജോയിൻ ചെയ്യണം. എന്തൊക്കെ 2ാം വർഷം അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പോവാ. ഞാൻ വണ്ടി ഓടിക്കുന്നു, മുന്നിരുന്ന് ഇവിടെ മടിയിൽ കൊച്ചിങ്ങനെ വാടി തളർന്ന് കിടക്കുന്നു. പുറകെ ഒരു ആനിയാൻ്റെ ഇരിപ്പുണ്ട്, ഭയങ്കര അഭിഷക്തയാണ്. പുള്ളിക്കാരത്തെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തലേരാത്രിയിലൊന്നും ഉറങ്ങാത്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും അമ്മയുടെ വേദനയൊക്കെ കൊണ്ട് എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുക, അച്ചാച്ചാ നമ്മുടെ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടുപിടി. അപ്പൊ പ്രാന്തിയെപ്പോലെ എന്നോട് ചോദിക്കുക, അച്ചാച്ചൻ എന്നാ ഉറപ്പ്? ഞാൻ പറഞ്ഞു റാന്നിന്ന് ശുശ്രൂഷയ്ക്ക് എൻ്റെ അപ്പനെ ദൈവം വിളിക്കുമ്പോൾ, എന്നെ വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഒരു വാഗ്ദത്തമുണ്ട്, നിന്റെ വായിലാക്കിയ എൻ്റെ വചനം നിന്റെ വായിൽ നിന്ന്, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല. ഞാനും എൻ്റെ അപ്പനും കൂടെ ഒരേ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവരാ. ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, ഞാനും എൻ്റെ അപ്പനും എൻ്റെ കുഞ്ഞും കൂടെ ഒരേ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമെന്ന്. അത് എനിക്ക് അമേരിക്കയിൽ പോയി താമസിക്കണമെന്നില്ല, എനിക്ക് യൂറോപ്പിൽ പോയി താമസിക്കണമെന്നില്ല, എൻ്റെ പിള്ളേരും പോയി താമസിക്കണമെന്നില്ല. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ അപ്പനും ഞാനും എൻ്റെ കൊച്ചും കൂടെ ഒന്നിച്ചു നിന്ന് എൻ്റെ യേശുവിനെ പ്രസംഗിക്കണം. ഞാൻ ചുമ്മാ കൈയടിപ്പിക്കാൻ പറഞ്ഞതല്ലോ, എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറഞ്ഞ്. അവിടെ പോയി ആശുപത്രി ചെന്ന് നോക്കിയ ഡോക്ടർമാരെല്ലാവരും ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തു. പക്ഷേ ചുരുക്കി അങ്ങ് പറയാം, പീഡിയാട്രിക് സർജൻ ഡോക്ടർ മൂർത്തി, അയാൾ ആ മെഡിക്കൽ തിയേറ്ററിനകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ ഇവർ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തച്ചാ അയാളത് വലിച്ചെറിഞ്ഞ് വെച്ച് ഈ ജൂനിയർ ഡോക്ടറോട് ദേഷ്യപ്പെടുക. എന്നിട്ട് പറയാ, എടോ ഞാൻ തന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ ഇരിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് തരരുതെന്ന്. ഒറിജിനൽ എന്ന് അയാൾ ഉദ്ദേശിച്ചത് രോഗിയെ കാണുന്നതിന് മുമ്പ് ഒരു റിപ്പോർട്ടും വേണ്ടെന്ന്. എന്നിട്ട് ഇവൻ്റെ അടുക്ക വന്ന് വയറെ തൊട്ട് നോക്കിച്ച് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ഉള്ളതാ. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തോ ചെയ്യുക? ഞാൻ പറഞ്ഞു പാസ്റ്ററാ. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ ഒച്ച വെച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ കോട്ടയത്ത് പഠിക്കുന്നതിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു സഭ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒച്ച വെക്കുന്നവരാ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് ഒച്ച വെച്ച് പ്രാർത്ഥിര്. ഞാൻ തിയേറ്ററിനകത്ത് ഒരു പ്രഷർ കൊടുത്തു നോക്കട്ടെ. പ്രഷർ കൊടുത്തു നോക്കി രക്ഷപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് കത്തി വെക്കണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു സാറ് പ്രഷർ കൊടുത്തു. ഞാനും ഭാര്യയും കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്ന് 15 മിനിറ്റ് അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നേച്ച് ഡോക്ടർ പറഞ്ഞു ഇനിയും ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, വിടുതൽ സംഭവിച്ചു കഴിഞ്ഞു. അവിടെ അല്ല സംഗതി. 18 മണിക്കൂറാ പിന്നെ ഈ കൊച്ചിന് വെള്ളം കൊടുക്കാതിരിക്കുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞ് പാല് കൊടുക്കാൻ പറ്റത്തില്ല, ട്രിപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ഇവനിങ്ങനെ ഈ കയ്യിലൊക്കെ തുണിയെ ഞപ്പി ഇങ്ങനെ എന്താ അവന് ആ സഖ്യ ചെയ്തുകൊണ്ടിരിക്കുക ഈ പാല് കുടിക്കുന്ന സമയത്ത്. ഞാനിങ്ങനെ ഞങ്ങളുടെ ദൈവാസന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, അവരെല്ലാവരും പ്രാർത്ഥിച്ച് ഈ കുഞ്ഞ് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയപ്പം അച്ഛാ എൻ്റെ വൈഫ് 2ാമത് അന്നേരം കൺസീവ്ഡാ. അന്നേരം ഉറങ്ങിയപ്പം ഇവളിവനെ ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങുക. ഞാൻ ആ ഒരു മുറിക്കകത്ത് ഇരിക്കുക. ഈ ചെന്നൈയിലല്ലേ കൊതുക്, ഒരു 2 കൊതുകേ ഉള്ള ആ മുറിക്കകത്ത്, കണ്ണാടി കൂടിനകത്ത്. ഈ കൊതുക് 2 എണ്ണം ഇവനെ കുത്താനായിട്ട് ഇങ്ങനെ വരിക. ഞാൻ കൈയടിച്ചാൽ മതി അതങ്ങ് ചാവും. പക്ഷെ എനിക്ക് പേടിയാ.
കാരണം ശബ്ദം കേട്ട് കൊച്ചുണർന്നാലോ. ഞാനൊരു 3-4 മണിക്കൂറെങ്കിലും, അതിശോക്തിയൊന്നുമല്ല, 3-4 മണിക്കൂറെങ്കിലും ഈ കൊതുകിനെ ഇങ്ങനെ ഓടിച്ചു കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് തൊടാതെ ഞാനിങ്ങനെ കൊതുകിനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവി ഞാൻ കേട്ട ദൈവശബ്ദമാ, അപ്പനും മക്കളോട് കരുണ തോന്നുന്നതിനേക്കാൾ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇന്ന് രാത്രികാലം പരിശോധനകളുടെ നടുവിലായിരിക്കുന്ന ചിലരോട് എനിക്ക് പറയാനുണ്ട്, നിന്നോട് ലോകത്തിൽ കരുണ കാണിക്കാൻ ഒരു മനുഷ്യനുമില്ലെങ്കിലും നിന്നോട് കരുണ കാണിക്കുന്ന ഒരു സ്വർഗ്ഗം ഇവിടെ വന്നിട്ടുണ്ട്. ഉറക്കെ വിളിക്ക, ഉറക്കെ വിളിക്ക. പോരാ, യേശുവേ എന്ന് 2 കരം ഉയർത്തി ഉറക്കെ വിളിക്ക. ഹല്ലേലൂയ. ഒന്നാമത്തെ വിളി വേർപെടാനുള്ള വിളി, രണ്ടാമത്തെ വിളി ഉറപ്പിന്റെ വിളി, മൂന്നാമത്തെ വിളി വിശുദ്ധനാകാനുള്ള വിളി, നാലാമത്തെ വിളി പരിശോധനയ്ക്കുള്ള വിളി, അഞ്ചാമത്തെ വിളിയാണ് വിടുതലിന്റെ വിളി. ഈ വിളി എവിടെ വെച്ചാ വെളിപ്പെട്ടത്? കത്തിക്കും കഴുത്തിനുമിടയിൽ, സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിനും തന്റെ കൈക്കുമിടയിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു പറയുകയോ, ഞാൻ നിനക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാൽ ആത്മനിയോഗമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, നിന്നെ വേർപെടാൻ വിളിച്ചപ്പം അബ്രഹാമേ നിന്നെ വേർപെടാൻ വിളിച്ചപ്പം ചാടി പുറപ്പെടാൻ കാരണമെന്താ? നിനക്ക് ഈ ദൈവത്തെ പരിചയമുണ്ടോ? നിനക്ക് ഈ ദൈവത്തെ അറിയാവോ? നിന്റെ അപ്പൻ വിഗ്രഹാരാധിയായിരുന്നു, നിന്റെ അപ്പൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവനായിരുന്നു, നിന്റെ അപ്പൻ്റെ ദൈവങ്ങൾ. അപ്പൊ അബ്രഹാമിനോട് പറയുക, അപ്പൻ്റെ ദൈവങ്ങളൊക്കെ ഇത്ര ഉള്ളെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാ. അപ്പൻ ഉണ്ടാക്കിയ പല ദൈവങ്ങൾക്കും പേരിട്ടത് ഞാനാ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ഇത്രേ ശക്തിയുള്ളെന്ന്. ഞാൻ ഈ ദൈവത്തിന്റെ വിളികേട്ട് വേർപെടാൻ കാരണം എന്നാന്നറിയാവോ? കാണാതിറങ്ങാൻ കാരണം എന്നാന്നറിയാവോ? അപ്പൻ്റെ വീട്ടിലെ ദൈവങ്ങൾക്കൊക്കെ ഇത്ര ശക്തിയുള്ളെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. കാരണം ഞാനും എൻ്റെ അപ്പനും കൂടാ അവയ്ക്ക് പേരിട്ടത്. പക്ഷെ എന്നെ വിളിച്ച ദൈവമില്ലേ, ആ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങാൻ കാരണം എന്നാന്നറിയോ? അബ്രഹാമിന്റെ ദൈവത്തിന് 4 പ്രത്യേകത. പലരും എന്തേലുമൊക്കെ കണ്ടാരാധിക്കാൻ നിൽക്കുമ്പോൾ പെന്തക്കോസുകാരൻ കാണാതെ വിശ്വസിക്കുന്നതിന്റെ കാരണം, കാണാതെ ആരാധിക്കുന്നതിന്റെ കാരണം കാഴ്ചയാലല്ല, ഈ വിശ്വാസത്താൽ നടക്കുന്നതിന്റെ കാരണം. അബ്രഹാമിന്റെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തി 7:2. അപ്പോസ്തല പ്രവൃത്തി 7:2 അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പൊ അബ്രഹാമിന്റെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇത് ഗോഡ് ഓഫ് ഗ്ലോറി. ഉറക്കെ പറ, ഗോഡ് ഓഫ് ഗ്ലോറി. ആരും ലൈറ്റ് കത്തിക്കണ്ട, ആരും വിളക്ക് കത്തിക്കണ്ട. ഇത് ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞാൻ സേവിക്കുന്ന ദൈവം ഈ ദൈവത്തിന്റെ തേജസ്, ഈ തേജസ് ഇന്ന് രാത്രി നമ്മുടെ മുഖത്ത് പ്രതിബിംബിക്കുമെന്ന്, ഈ തേജസ് നമ്മുടെ ദേഹത്ത് റിഫ്ലക്ട് ചെയ്യുമെന്ന്. ഞാൻ എൻ്റെ കൈക്കരുത്ത് കൊണ്ടല്ല പ്രസംഗിക്കുന്നത്, ഞാൻ എൻ്റെ ശക്തി കൊണ്ടല്ല പ്രസംഗിക്കുന്നത്. എൻ്റെ മുമ്പിൽ നടക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ തേജോമയനായ ദൈവമാ. അവന്റെ തേജസ്സിന്റെ ഗ്ലോറിയ ഇന്ന് രാത്രി എൻ്റെ മേൽ വെളിപ്പെടുന്നത്. 5-6 പേര് കൂടി എന്തേലും ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി എവിടെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ഉറക്കെ പറ സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനൊരു ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്നതിൽ നിങ്ങൾ അഭിമാനിക്കുന്നു? ഇത് ഗോഡ് ഓഫ് ഗ്ലോറി.
അബ്രഹാമിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ആണെന്നുവെച്ചാൽ ഈ മേശയ്ക്ക് 4 കാല, ഈ കസാറയ്ക്ക് 4 കാല, ഈ പോഡിയത്തിന് 4 കാല, ഭൂമിക്ക് 4 ദിക്ക എന്ന് പറഞ്ഞ പോലെ അബ്രഹാമിന്റെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമനായ ദൈവം. 2 ഉൽപ്പത്തി 14:20 വേഗം വായിച്ചോ പാസ്റ്ററെ. ഉൽപ്പത്തി 14:20 അബ്രഹാമിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. പാസ്റ്റർ വായിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കാം. 14:20 അത്യുന്നതനായ ദൈവം. മതി 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 മതി. എൻ്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത പറ. അത്യുന്നതൻ, അത്യുന്നതൻ, അത്യുന്നതൻ. തിരുമേനിയില്ല, ഐമേനിയില്ല. ഞങ്ങൾ പറയുക ഒറ്റ ഒരാളെ സ്തുതിക്കപ്പെടാനുള്ളൂ. അവന്റെ പേരാണ് ഉറക്കെ പറ, അത്യുന്നതൻ. എനിക്ക് ഇവിടെയൊക്കെ നിൽക്കണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ ദൂത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഇനി അബ്രഹാമിന്റെ ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 17:1-2 വേഗം വായിച്ചോ. 17:1-2 ഈ ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത പറ. എൽ ശദ്ദായി, സർവശക്തിയുള്ള ദൈവം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്. നിങ്ങൾ പാടാറില്ലേ? എന്താ പാടുന്നത്? സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. എൽ ശദ്ദായി. ദൈവ സർവശക്തനാന്ന് അറിഞ്ഞപ്പോ എന്നെ എടുത്തു. അച്ഛാ 17:27 ഒന്ന് വായിച്ചേ. ദൈവ എൽ ശദ്ദായി ആണെന്ന് അറിഞ്ഞപ്പോ അബ്രഹാമിന്റെ വീട്ടിൽ നടന്നത് എന്താ? ഒന്ന് വായിച്ചേ. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് വിലയ്ക്ക് വാങ്ങിയവരും അവന്റെ വീട്ടിലുള്ളവരെല്ലാവരും അവനോടുകൂടെ പരിച്ഛേദനയേറ്റു. അപ്പം ദൈവം സർവശക്തനാണെന്നറിഞ്ഞപ്പം അവര് ചെയ്ത കൃത്യം എന്താണെന്നറിയോ? അവര് പരിച്ഛേദനയേറ്റു. പുതിയ നിയമത്തിൽ പരിച്ഛേദന ഉണ്ടോ? ഉണ്ട്. വായിച്ചോ. ഫിലിപ്പിയർ 3:3. ദൈവ സർവശക്തി ഉള്ളവനാണെന്ന് അറിയുമ്പോൾ നമ്മളിൽ സംഭവിക്കേണ്ട പരിച്ഛേദന എന്താ? ഫിലിപ്പിയർ 3:3 വേഗം. നാമല്ലോ പരിച്ഛേദനക്കാർ. സിയോൻ അസംബ്ലിസോട് സഭയോട് ഞാൻ പറയുക, ദൈവ സർവശക്തി ഉള്ളവനാണെന്ന് അറിയുമ്പോൾ അച്ചായനും അമ്മാമ്മയ്ക്കും എല്ലാം പരിച്ഛേദന വേണം. എന്താ പരിച്ഛേദന? അത് ജഡത്തിൽ സംഭവിക്കേണ്ടതാ. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും. അപ്പൊ പുതിയ നിയമ പെന്തക്കോസ്തു സഭയ്ക്കകത്ത് നടക്കേണ്ട 3 പരിച്ഛേദന പറ. ദൈവ സർവശക്തി ഉള്ളവനാണെന്ന് അറിയുമ്പോൾ എന്നിലും നിങ്ങളിലും നടക്കേണ്ട 3 പരിച്ഛേദന. ഒന്ന്, ആത്മാവിൽ ആരാധിക്കണം. എന്താ പറഞ്ഞേ? അച്ഛൻ്റെ ഒക്കെ ഇരിപ്പ് കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. ഇവിടെ ഒരിടത്ത് ഒരു അച്ഛൻ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ ഇവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. അപ്പം പാസ്റ്ററിനോട് പറഞ്ഞു, ഇവിടെ ചെവിക്ക് കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനോട് ഇങ്ങരും മാത്രമാ, കേൾക്കേണ്ടാത്തതെല്ലാം കേൾക്കും, കേൾക്കുന്നതിൻ്റെ എല്ലാ അറ്റത്ത് പിടിച്ച് വഴക്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, 1.5 മണിക്കൂറായിട്ട് ഞാനിവിടെ പ്രസംഗിച്ചിട്ട് ഒന്ന് അനങ്ങിയില്ലല്ലോ എന്ന്. അപ്പം പാസ്റ്ററിനോട് പറയാ, നിങ്ങളിപ്പോൾ 1.5 മണിക്കൂറല്ല ആയോളൂ, ഞാനിവിടെ 3 കൊല്ലമായിട്ട് പ്രസംഗിക്കുക, ഇതുവരെ അനങ്ങിയില്ല, പിന്നെ ഇനി നിങ്ങളുടെ 1.5 മണിക്കൂർ. എനിക്ക് പിന്നെ അങ്ങനെ അനങ്ങണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ടി വിയിൽ ഇതുപോലെ നിശ്ചലമായ ക്യാമറ നോക്കി പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങൾ അനങ്ങിയാൽ എന്നാ, അനങ്ങിയില്ല എന്നെ ഏൽപ്പിച്ചല്ല ഞാൻ പ്രസംഗിച്ചു പോയി. പിറ്റേ പ്രാവശ്യം ഒന്നുകൂടെ വരെ എന്നെ അവിടെ വിളിച്ചു കേട്ടോ. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അച്ഛൻ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇതന്നെ ഇങ്ങനെ? പാസ്റ്ററിനോട് ഇപ്പം ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതിൻ്റെ പ്രത്യേക കാരണം നരനോട് പറഞ്ഞ, ഒരു മഴ ഉണ്ടായിരുന്നു, അത് ബയോപ്സിക്ക് വിട്ടിട്ടേ ഉള്ളൂ, അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, അപ്പം മുതൽ തുടങ്ങിയ സോക്കേടാന്ന് പറഞ്ഞു. അപ്പൊ അനങ്ങാത്തവരൊക്കെ എന്ത് ചെയ്യും? ഉറക്കെ പറ. പരിച്ഛേദനക്കാരാ,
നിന്റെ ദൈവം സർവശക്തനാണെന്ന് തിരിച്ചറിയുമ്പം നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ആത്മാവിൽ ആരാധിക്കണം. പിന്നെന്ത് ചെയ്യണം? ക്രിസ്തുവേശുവിൽ ഞാൻ സത്യത്തിൽ ഈ വേദിയിൽ ഒരു പഞ്ചായത്ത് മെമ്പറേലും പ്രതീക്ഷിച്ചതാണ്. കാര്യം പെന്തിക്കോസുകാരുടെ യോഗത്തിനകത്ത് ഒന്നാമത്തെ ദിവസം ഒരു വാർഡ് മെമ്പറേലും വന്ന് ആശംസ പറയാത്ത യോഗം. MLA ഒക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ക്രെഡിറ്റാണ്. പിന്നെ പ്രസംഗിക്കുന്ന ഉദ്ദേശിച്ച് മാറ്റി നിർത്തി വെച്ച് എല്ലാവരും കൂടെ കൺവെൻഷൻ്റെ യോഗത്തിൽ നിന്ന് MLA കൂടെ സെൽഫി എടുക്കും. സ്വത്രെല്ലാം പോയെന്ന് എനിക്കറിയാം. ജഡത്തിൽ പ്രശംസിക്കരുത് കേട്ടോ. നിനക്ക് പാട്ടും പുകഴ്ചയും നിനക്ക് പ്രശംസിക്കാനുമുള്ളത്. നീ ഒരു പക്ഷത്തുമല്ല, ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും വിടക്കം നന്ദി തള്ളിയപ്പോ നിന്റെ പിതാക്കന്മാരുടെ കൂടിരുന്നത് സർവശക്തനായ ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമേതലേ. ഇനി ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 21:33 നിത്യനായ ദൈവം. നാലാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 21:33 നിത്യനായ ദൈവം, എവർലാസ്റ്റിംഗ് ഗോഡ്. അപ്പൊ കാണാത്ത ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ച 4 സംഗതി തൻ്റെ അപ്പൻ പേരിട്ട ദൈവം പോലെ ദൈവം. 1, അവൻ സർവശക്തൻ. 2, അവൻ തേജോമയൻ. 3, അവൻ നിത്യനായവൻ. ഹല്ലേലൂയ. 4, അവൻ തേജോമയൻ. ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിയവനോട് ഞാൻ പറയുകയോ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും മണ്ടം പറയാ എനിക്ക് ചിലത് കാണണമെന്ന്. എടാ, തേജോമൻ നക്ഷത്രത്തെ കാണാൻ പറ്റത്തില്ല, പിന്നെ തേജോമനായ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അപ്പൊ ഒരുത്തന് ഐ വാണ്ട് ടു സീ സംതിങ്. രണ്ടാമത്തെ മരമണ്ടന്. കാര്യം പാറയൊക്കെ ആണെങ്കിൽ പാറമടക്കലും കൊടുക്കാം. ഇത് കാലും കൈയില്ലാത്ത കാളയെ ശോധന ചെയ്യാതെ മേടിച്ച ഒഴിവിക്കാൻ പോയിട്ട് അറുക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ആ മരമണ്ടനാന്നാ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ? ഐ വാണ്ട് ടു ഡു സംതിങ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് ഈ ക്രൂസിൻ്റെ വഴിയൊക്കെ നടത്തിയാലേ ഒരു തൃപ്തി വരത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മെൽബണിൽ നിന്ന് സിഡ്നിയിലോട്ട് പോകുമ്പോൾ 600 കിലോമീറ്ററിന് നടുക്കൊരു മല. 600 കിലോമീറ്ററിനകത്ത് ഒരേ ഒരു മല. അപ്പം ഞാൻ ആ ഏലിയാസ് പാസ്റ്ററോട് ചോദിച്ചു, ഇതുകൊണ്ടുള്ള പ്രയോജനം. അന്നേരം പറഞ്ഞു, കേരളത്തിൽ നിന്ന് വന്ന കുറേ നസ്രാണി ക്രിസ്ത്യാനികൾ കുരിശിൻ്റെ വഴി നടത്താനായിട്ട് ആശ്രയിക്കുന്ന മലയായതെന്ന് പറഞ്ഞു. നിന്റെ ഒരു കർമ്മവും വേണ്ട, കർമ്മങ്ങളിൽ കൂടെ 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ള മഹാപ്രപഞ്ചം, അതിനകത്ത് 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസമുള്ളതും 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ സൂര്യൻ, തൊട്ടിപ്പുറത്ത് 3,474 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രൻ, അതിൻ്റെ ഇപ്പുറത്ത് എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.5 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3,00,000-നും 4,00,000-നും ഇടയിൽ പൂച്ചെടികൾ. ഇതിനെയൊക്കെ ഉളവാകട്ടെന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ മഹാദൈവത്തെ നിന്റെ എന്നാ കർമ്മം കൊണ്ട് പ്രസാദിപ്പിക്കാൻ പറ്റും? ഈയിടെയായിട്ട് പെന്തക്കോസുകാർക്ക് ഒരു തോന്നലുണ്ട്, ഇച്ചിരി കനമുള്ള കെട്ടുകണക്കിന് സ്വോത്ര കാഴ്ച കൊടുത്താൽ. ഇല്ല കേട്ടോ, നിനക്ക് ദൈവം തരുന്ന ആരോഗ്യത്തിന് നീ കാശ് കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് മേടിക്കാമെന്ന് വിചാരിക്കരുത്. കർമ്മങ്ങളിൽ കൂടെ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഈ നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഭയങ്കര പഠിത്തം. BSc നേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പഠിക്കണം. ഇത് കഴിഞ്ഞ് പിന്നെ നേഴ്സായി കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട കുത്തിവെക്കുന്ന പരിപാടിയാണ്. പിന്നെ നേഴ്സിംഗ് സൂപ്പറുണ്ടായാലോ പഠിക്കുകയും വേണ്ട കുത്തിവെക്കുകയും വേണ്ട. കുത്തിവെക്കുന്നതൊക്കെ ഒത്തോന്നൊന്ന് നോക്കിയാൽ മതി. ഈ പരിപാടിയൊന്നും ദൈവസന്നിധിയിലില്ല. ഞാനാണേലും കൊള്ളാം, നിങ്ങളാണേലും കൊള്ളാം. ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ്
ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പൊ ഒരുത്തന് കാണണം, ഒരുത്തന് ചെയ്യണം. ഇനി വേറൊരുത്തൻ, ഒന്നാമത്തവൻ മണ്ടന, രണ്ടാമത്തവൻ മരമണ്ടന, മൂന്നാമത്തവൻ പറയാ പെണ്ണ്, ഒന്ന് മണ്ണ്, രണ്ട് പൊന്ന്, മൂന്ന് പെണ്ണ്, കാള പൊന്നുപോലെ നിൽക്കുക. പെണ്ണിന്റെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. പെന്തിക്കോസി വന്നാൽ ഞങ്ങളുടെ കൊച്ചിന് നല്ല ചെറുക്കനെ, പിന്നെ പെന്തിക്കോസി വന്നവരൊന്നും പെണ്ണ് കെട്ടാൻ നിൽക്കുകയല്ലേ സഹോദരൻ. പെണ്ണ് കെട്ടിയാൽ മാത്രം പോരാ, ഐ വാണ്ട് ടു എൻജോയ്. അപ്പൊ ഒരുത്തന് ചിലത് കാണണം, ഒരുത്തന് ചിലത് ചെയ്യണം, ഒരുത്തന് ഇച്ചിരി കൂടെ അടിച്ച് പൊളിക്കണം. നിങ്ങളുടെ സ്നാനമൊക്കെ സത്യമെന്നൊക്കെ അറിയാം. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് സ്നാനപ്പെടാം. മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ, സ്നാനപ്പെട്ട പുകവലിക്കാൻ പറ്റത്തില്ല, സ്നാനപ്പെട്ട കള്ളു കുടിക്കാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഇച്ചിരി നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ, മണ്ണ്, പൊന്ന്, പെണ്ണ്, കനകം മൂലം കാമിനി മൂലം കലകം പലവിധ ഉലകിൽ സുലഭം. ദൈവരാജ്യത്തിനെന്നും 3 തടസ്സം: മണ്ണ്, പൊന്ന്, പെണ്ണ്. പക്ഷെ ഒരുത്തന് സുബോധം വന്നു. ലൂക്കോസ് 15:17. സുബോധം ഇല്ലാത്ത മനുഷ്യൻ്റെ 5 സ്വഭാവമുണ്ട് കേട്ടോ. 5 പറയാം, ഉണ്ട്, സമയമുണ്ട്. ലൂക്കോസ് 15:2 സ്വഭാവം കിടപ്പുണ്ട്. അപ്പോൾ സുബോധം വന്നിട്ടവൻ മതി. 5 സ്വഭാവം. സുബോധമില്ലാത്ത മനുഷ്യർക്ക് 5 പ്രതിനിധികൾ. ഒന്നാമത്തെ കൂട്ടർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഇത് യങ്ങർ ബ്രദർ സിൻഡ്രം. ഞാൻ വരാം അങ്ങോട്ടെ, അത് ലാസ്റ്റിൽ പറയാം. രണ്ടാമത്തെ പേര് എൽഡർ ബ്രദർ സിൻഡ്രം, മൂത്ത മകൻ്റെ മാനസികാവസ്ഥ. സുബോധമില്ലാത്തവന് എന്താ, അവനെവിടെ താമസിക്കുന്നത്? വിതിൻ ദ ഹൗസ്, വീടിനകത്താണ്. അപ്പനുമായിട്ട് ദർ ഈസ് നോ കണക്ഷൻ വിത്ത് ഫാദർ, ഒരു ബന്ധവുമില്ല. അങ്ങനെ പാസക്കറിയാവുന്ന ആർക്കറിയാൻ വയ്യാത്ത 5 മിനിറ്റ് സംസാരിച്ച് നോക്കിക്കേ. അസൂയ, കുശുമ്പ, സ്വയനീതീകരണം, ഞാനെന്ന ഭാവം. എൽഡർ ബ്രദർ സിൻഡ്രം, മൂത്ത മകൻ്റെ മാനസികാവസ്ഥ. ഇനി രണ്ടാമത്തെ ഒന്നുണ്ട്, റിലീജിയോസിറ്റി സിൻഡ്രം, മതാത്മികതയിലൂടെ ദൈവത്തെ. ഞാൻ പോകുന്നില്ല അങ്ങോട്ട്. മൂന്നാമത്തേതിൻ്റെ പേരാണ് വൈൽഡർനെസ് മെന്റലി സിൻഡ്രം, മരുഭൂമിയിലെ സഭയുടെ മാനസികാവസ്ഥ. എല്ലാം ദൈവം കൊടുത്തിട്ട് ഒരു തൃപ്തിയില്ലാത്ത ജീവിതം. നാലാമത്തേതിൻ്റെ പേരെന്തോന്നറിയോ? സിങ്കിങ് ബോട്ട് സിൻഡ്രം, ഇപ്പം മുങ്ങുന്ന ബോട്ടയിലാണെന്ന് ചിന്ത. 4 മാനസികാവസ്ഥയും സുബോധമില്ലാത്ത മനുഷ്യൻ്റെ പ്രതികരണങ്ങളാണ്. അപ്പൊ തന്നെ 5ാമത്തേതിൻ്റെ പേരാ എൽഡർ ബ്രദർ, അത് യങ്ങർ ബ്രദർ സിൻഡ്രം. അവന് സുബോധം വന്നു. സുബോധം വരുന്നതിന് മുമ്പ് അവൻ്റെ ഒരു സ്വഭാവമുണ്ട്. സുബോധം വരുന്നതിന് മുമ്പ് അവൻ്റെ ചിന്തകൾ എന്തൊക്കെയാ? ഒന്നാമത്തെ ചിന്ത, ഹി തോട്ട് ഹാവിങ് മണി ഈസ് ദ കീ ടു എവരിത്തിങ്. എല്ലാത്തിൻ്റെ ആധാരം പണമാണെന്ന് അവൻ ചിന്തിച്ചു. അവൻ ഒറ്റ ചിന്തയുള്ളൂ, പൈസ 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 പൈസ. രണ്ടാമത്തവൻ്റെ ചിന്ത, ഹാവിങ് ഫ്രീഡം ഈസ് ദ കീ ടു എവരിത്തിങ്. സ്വാതന്ത്ര്യമായ എല്ലാത്തിൻ്റെ ആധാരം അവൻ ചിന്തിക്കുക. മൂന്നാമത്തേവൻ്റെ ചിന്ത, ഹി തോട്ട് ദാറ്റ് ദ റിയൽ ലൈഫ് ഈസ് ഔട്ട്സൈഡ്. യഥാർത്ഥ ജീവിതം പുറത്താന്ന് അവൻ ചിന്തിക്കുക. ഇനി നാലാമത്തേവൻ്റെ ചിന്ത, ഹി തോട്ട് ദാറ്റ് ഹാപ്പിനെസ് കംസ് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സസ്. വെളിയിലുള്ള സാധ്യതകളിൽ നിന്ന് സന്തോഷം വരുന്നതെന്ന് അവൻ ചിന്തിച്ചു. അഞ്ചാമത്തേവൻ്റെ ചിന്ത, ഹി തോട്ട് ഹി ഈസ് മച്ചുവേർഡ് ആൻഡ് ഗ്രോൺ അപ്പ് ടു ഹാൻഡിൽ എവരിത്തിങ്. എല്ലാം നിയന്ത്രിക്കാൻ തനിക്ക് കഴിവുണ്ടെന്ന് അവൻ ചിന്തിക്കുക. അവൻ്റെ ആപ്തവാക്യം എന്താ? ഐ ക്യാൻ ഹാൻഡിൽ എവരിത്തിങ്, ഐ will manage, I will do. സ്വത്രം depending on ability, depending on money, depending on wealth. പൈസയിൽ ആശ്രയിച്ച് എല്ലാം നശിച്ച ഒരു മനുഷ്യൻ. പക്ഷേ സുബോധം വന്നു. സുബോധം വന്നപ്പം അവൻ്റെ തിരിച്ചറിവ് എന്താ? അവൻ്റെ തിരിച്ചറിവ്, he realized no one else will have grace on him. തൻ്റെ അപ്പനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ആരുമില്ലെന്നവൻ തിരിച്ചറിവ്. സ്തോത്രം. മറ്റാരിൽ നിന്നും കിട്ടാത്ത കൃപ അപ്പനിൽ നിന്ന് കിട്ടുമെന്നവൻ തിരിച്ചറിയും. മണ്ണിനും പൊന്നിനും പെണ്ണിനും ഒക്കെ ജീവിതം കൊടുത്ത ഒരു മനുഷ്യൻ. പക്ഷെ ഇന്ന് തിരിച്ചറിയുക, എൻ്റെ അപ്പൻ. ഞാൻ എൻ്റെ വാക്ക് പരിമിതപ്പെടുത്താൻ അടുത്ത 5 മിനിറ്റ് എടുക്കുക. ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൻ്റെ വീട്ടിലോട്ട് പോരുക, ആരോടും പറയാതെ ഒരു പൊരിച്ച.
ഞാൻ അവനോട് ചോദിച്ചു, അപ്പൻ്റെ വീട് ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടതല്ലേ? ആന്നു. കാനഡയിലെ നിയമം അല്ലല്ലോ അവിടുത്തെ, അങ്ങനല്ല. ആവർത്തനം 21:18, ആവർത്തനം 21:18 വായിച്ചാൽ മതി. അപ്പൻ്റെ അമ്മയുടെ വാക്കനുസരിക്കാതെ ഷടനും മത്സരിയുമായ ഒരു മകനൊരുവനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെക്കുറിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരോട് അറിയിക്കണം. എന്നിട്ട് പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാവരും അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. കാനഡയിലെ നിയമം നേരെ തിരിച്ച. പിള്ളേർ കംപ്ലൈൻറ്റ് ചെയ്ത് അപ്പനെയും അമ്മയും ശിക്ഷിക്കാനാണ്. ഓസ്ട്രേലിയയിലും അങ്ങനെ, UK-ലും അങ്ങനെ, അമേരിക്കയിലും അങ്ങനെ. പക്ഷേ ന്യായപ്രമാണത്തിലെ നിയമം കണ്ടോ? അപ്പനും അമ്മയും കംപ്ലൈൻറ്റ് ചെയ്താൽ പിള്ളേരെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ നിയമമുള്ള നാട്ടിലോട്ടാണ് ഈ ചെറുക്കൻ തിരിച്ചു വരുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തോ അബദ്ധമായി കാണിക്കുന്നത്? വിശപ്പൊക്കെ സത്യമാണ്, പക്ഷേ ജീവനെക്കാട്ടി വലുതാണോ വിശപ്പ്? നീ തിരിച്ചു എന്നാ എല്ലാവരും നിന്നെ കല്ലെറിയത്തില്ലേ? എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പോകുന്നത് അയൽവക്കക്കാരൻ്റെ വീട്ടിലേക്കല്ല, ഞാൻ പോകുന്നത് എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ടാ. മറ്റാർക്കും കിട്ടാത്ത കൃപ, മറ്റാരും കാണിക്കാത്ത കൃപ എൻ്റെ അപ്പൻ എന്നോട് കാണിക്കും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ആ ലൂക്കോസ് 15 വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. കാരണം ഞാനൊരപ്പനായതുകൊണ്ടാണ്. ആ അപ്പൻ്റെ പ്രത്യേകത കണ്ടോ? ദൂരത്തു നിന്ന് അപ്പൻ അവനെ കണ്ടു. അച്ഛാ, നിങ്ങളൊരപ്പനാണെങ്കിൽ, നിങ്ങളൊരമ്മയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഷോർട്ട് സൈറ്റ് അല്ല, നിങ്ങൾക്ക് വേണ്ടത് ലോങ് സൈറ്റാ. നിങ്ങൾക്ക് വേണ്ടത് അടുത്ത കാഴ്ചയല്ല, നിങ്ങൾക്ക് വേണ്ടത് അകലക്കാഴ്ചയാ. ഇന്ന് കൊച്ചിച്ചിരെ അബദ്ധ സഞ്ചാരം നടത്തിയാലും, ഇന്ന് കൊച്ചിച്ചിരെ അകന്നു മാറിയാലും നിങ്ങൾ പറ, ഇതല്ലെങ്കിൽ നാളെ എൻ്റെ കൊച്ച് എൻ്റെ അടുക്ക വരും. എന്നേക്കാൾ എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? പിന്മാറ്റത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് ഭാരപ്പെടുന്ന ചില അപ്പന്മാരോട് ഞാൻ ഈ രാത്രി ആത്മാവി പറയുക, എഴുതി തള്ളരുതേ. സഭയിലെ പാസ്റ്റർ അപ്പന, സഭയിലെ പാസ്റ്റർക്ക് ഉറപ്പായിട്ട് അറിയാം, പിന്മാറ്റക്കാരനായ അച്ചായൻ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ. സ്തോത്രം. ഈ അപ്പൻ്റെ ഒരു പ്രത്യേകതയോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ദൂരത്തു നിന്ന് കണ്ടപ്പോൾ അപ്പൻ ഓടിച്ചെല്ലുന്നു. ഞാൻ അപ്പനോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഓടുന്നത്? അന്നേരം എന്നോട് പറയാ, ദാണ്ട് ആ വരുന്നതുണ്ടല്ലോ എൻ്റെ മോന. അവൻ ഇങ്ങോട്ട് വരുമ്പം ഞാൻ അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തിലെ മൂപ്പന്മാരാരേലും അവനെ കണ്ടാൽ ഉറപ്പായിട്ടും അവരവനെ കല്ലെടുത്തെറിയും. എൻ്റെ മോൻ എൻ്റേതായതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും ഒരു മണൽത്തരി അവൻ്റെ നേരെ എറിഞ്ഞ് അവനെ കൊല്ലാലോ. ശബരബരബരവ. ഇന്ന് രാത്രികാലം ആരെല്ലാം നിന്നെ അവഗണിച്ചാലും, ആരെല്ലാം നിന്നെ കൈവിട്ടാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരപ്പനുണ്ട്. എന്ത് പറയുന്നതിൽ ശക്തിയോട് ഞാൻ പറയും, എൻ്റെ അപ്പൻ കെട്ടിപ്പിടിക്കുന്നവനാ. എൻ്റെ അപ്പൻ കെട്ടിപ്പിടിച്ചാൽ നിന്റെ ചരിത്രം മാറും. എന്നെ അവൻ കെട്ടിപ്പിടിച്ചതാ കേട്ടോ. എൻ്റെ വീട്ടിലെ മൂത്ത മോനാ ഞാൻ. എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് ഒരു പ്രത്യേക രോഗനിമിത്തം എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയി. എൻ്റെ തലയ്ക്കകത്ത് സ്ട്രോക്ക് വന്ന് ഞാൻ മന്ദബുദ്ധിയായി തീർന്നെന്ന് റാന്നിയിലെ 2 ആശുപത്രിയിലെ ഡോക്ടർമാർ വിധി എഴുതിയതാ. അവരുടെ മൂത്ത മോൻ മന്ദബുദ്ധിയാകുമെന്നുള്ള തിരിച്ചറിവാ ഇതുപോലൊരു സഭാകോളിൽ മുട്ടുകുത്തുവാൻ എൻ്റെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത്. സത്യം പറഞ്ഞ 10 വയസ്സ് വരെ എൻ്റെ ഒരു ലൈഫും മന്ദബുദ്ധിയെ പോലായിരുന്നു. എനിക്ക് 2 പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സഭാകമ്പം, ഇതുപോലൊരു വേദി പോയിട്ട് അപരിചിതനായ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. രണ്ടാമത്തെ എൻ്റെ പേടി മരണവീടായിരുന്നു. ആത്മഹത്യയോ അപകടമങ്ങാണ് നടക്കുന്ന വീട് ഞങ്ങളുടെ അയൽവക്കത്തെങ്ങാണ് ഉണ്ടെങ്കിൽ 2 മാസം ഉറപ്പായിട്ട് ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ പേടിച്ചുൾവലിഞ്ഞ് എന്നിൽ തന്നെ ഒതുങ്ങി എന്നോട് സാത്താനും പറഞ്ഞു, നീ ഒരു വേസ്റ്റാ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. പഠിക്കാൻ ഞാൻ മിടുക്കനല്ലായിരുന്നു. സ്റ്റേജിൽ കയറുന്ന
നിൽക്കാൻ എനിക്ക് കഴിവില്ലായിരുന്നു. അവൻ ഞങ്ങളുടെ സഭയിലെ ഒരു സാക്ഷ്യവും ഒരു വാക്യവും ഞാൻ മുഴുപ്പിച്ച് പറഞ്ഞിട്ടില്ല. കാണാതെ പഠിക്കാൻ എനിക്ക് കഴിവില്ലായിരുന്നു. പക്ഷേ ഈ 2 റിപ്പോർട്ട് 10 വയസ്സിനകത്ത് മനുഷ്യൻ്റെ സാത്താൻ്റെ റിപ്പോർട്ട് മേടിച്ച് ഒതുങ്ങിയിരുന്ന എന്നെ ഇതുപോലൊരു യോഗത്തിൽ വെച്ച് 11ാമത്തെ വയസ്സിൽ തൊട്ടേച്ച് എൻ്റെ അപ്പം പറഞ്ഞു, നിന്റെ ചരിത്രം ഞാൻ മാറ്റാൻ പോവുക. ദ്വീപുകൾ നിന്റെ ശബ്ദത്തിന്, അയ്യോ അന്നെൻ്റെ ചരിത്രം മാറിയതാ. ഇന്ന് രാത്രി ചരിത്രം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഓടി വരാവോ? അപ്പൻ നിന്നെ കെട്ടിപ്പിടി. ഉറക്കെ വിളിക്കുന്നു, യേശു കർത്താവേ എന്ന് ഉറക്കെ വിളിക്ക്. ഈ അപ്പൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നത് നൈമഷികമാകുന്നവരുടെ ജീവിതത്തിലേക്കല്ലോ, ഇതാകുന്നു അവൻ നമുക്ക് നൽകിയ വാഗ്ദാനം. നിത്യജീവൻ തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനോ. നിന്നെ ലോകം മുഴുവൻ പ്രാഗിയാലും, നീ ജനിപ്പിച്ച നിന്റെ അപ്പൻ നിന്നെ പ്രാഗിയാലും, ജനിപ്പിച്ച നിന്റെ അമ്മ നിന്നെ പ്രാഗിയാലും, നിന്നെ അനുഗ്രഹിക്കാൻ ഉലകത്തെ നിർമ്മിച്ച മഹാദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഉറക്കെ വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. ഇന്ന് രാത്രി ചിലരെ സ്വർഗം കൈ പിടിച്ചു കറ്റുക. ദൈവസ്വരത്തെ അനുഭവിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. കത്തിയില്ലാത്ത ചില ശസ്ത്രക്രിയകൾ, കൈ തൊടാത്ത ചില അത്ഭുതങ്ങൾ ഈ രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഒരു വാക്കുപോലും ഞാൻ അധികരിച്ച് പറയുന്നില്ല. നിങ്ങളെ അവൻ വിളിക്കുന്നത് നിത്യജീവനിലേക്കാ. നിത്യജീവന്റെ പ്രത്യേകതകളൊക്കെ നാളെ വരുന്ന കർത്തൃദാസന്മാർ പറയും. എവർലാസ്റ്റിംഗ് ലൈഫ്, ആരംഭമുള്ളതും അവസാനമില്ലാത്തതുമായ ജീവൻ. പക്ഷെ ഒരു എറ്റേണൽ ലൈഫ് ഉണ്ട് കേട്ടോ, ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ ജീവൻ. എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി വന്നത് നിത്യജീവൻ തരാനാ. ഇതാകുന്നു അവൻ നമുക്ക് നൽകുന്ന വാഗ്ദാനം. ഉറക്കെ പറ, നിത്യജീവൻ തന്നെ. മരണം കൊണ്ട് തീരാത്തതും കല്ലറ കൊണ്ട് അവസാനിക്കാത്തതുമായ ശബാര. ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കർത്താവ് ഇവിടെ ഒത്തിരി പേരെ തൊട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കരുത് പാസ്റ്ററേ. ഈ സന്ദേശം എന്നെ സ്പർശിച്ചു പാസ്റ്ററേ. എൻ്റെ ചരിത്രത്തെ മാറ്റി എനിക്ക് നിത്യജീവൻ തരാൻ എൻ്റെ യേശു മതിയായവനാണെന്ന് എനിക്ക് ഉറപ്പാ. ഈ സന്ദേശം എന്നെ തൊട്ടു. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമാണെന്നുള്ളവർ നിങ്ങളുടെ കരം 2 ഉയർത്തിപ്പിടിക്ക്. എത്ര കരമാണ് ഞാൻ ഇവിടെ ഉയർന്നു കാണുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഇരിപ്പിടങ്ങളിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിന്ന്. ശബാരാധ. എഴുന്നേറ്റ് പോകാനല്ല പറഞ്ഞത്, എഴുന്നേറ്റ് നിൽക്കാനാ പറഞ്ഞത്. എനിക്ക് തന്നിരിക്കുന്ന സമയം ഇനി 5 മിനിറ്റ് കൂടെ നിൽക്കുക. പക്ഷെ ഞാൻ 5 മിനിറ്റ് നേരത്തെ നിർത്തിയതെന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി തേജോമയനായ ദൈവം ചിലരെ കെട്ടിപ്പിടിക്കുന്ന രാത്രിയാ. ശബന രകൽക്കടക. ചിലരുടെ ചരിത്രം മാറുന്ന രാത്രിയാ. ആരെ ശ്രദ്ധിക്കരുത്, ആരെ ശ്രദ്ധിക്കരുത്. ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. നിന്റെ അവസ്ഥ മാറ്റാൻ. ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനങ്ങ് പ്രാർത്ഥിച്ച് നിർത്താൻ നിന്നതാ. പക്ഷെ പരിശുദ്ധാത്മാവനെ സമ്മതിക്കുന്നില്ല. ആത്മാവ് സമ്മതിക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാതിരിക്കത്തില്ല. ആത്മാവ് സമ്മതിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാതിരിക്കത്തില്ല. ഇന്ന് രാത്രി എനിക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥന. എനിക്കറിയാം ഞാൻ വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരും. കുഴപ്പമില്ല, മുന്നോട്ട് വാ. ഇന്ന് രാത്രി